الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين الموفين برضا الله ما بعد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. السلام عليكم يا علماء الوقت. السلام عليكم يا أصحاب النوبة. أعد لحكم نيابتي عنكم جبهتي تحت نعالكم لاحظوني في أمدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റ് മുഹിബ്ബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൂട്ടായ്മ കബൂലാക്കുമാറാവട്ടെ. എന്നാൽ അർശിൻ്റെ തണലിലേക്കുള്ള കൂട്ടായ്മയാക്കി ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെക്കുന്ന നാളെ അവിടുത്തെ വിശുദ്ധമായ ജന്നാത്തുൻ നഈമിൽ അവിടുത്തെ ജിവാറിലായി ഒന്നിച്ചുകൂടാൻ അള്ളാഹു ഈ കൂട്ടായ്മ ഒരു കാരണമാക്കി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പിറവി കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇൽ നാം ഇതിലൂടെ ഒന്നിച്ചു കൂടിയത് കാരണമായിട്ട് അല്ലാഹു തആല നമ്മുടെ പാവങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ മൺമറിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഇഷ്ടജനങ്ങൾ, ബന്ധുമിത്രാദികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സകലർക്കും അള്ളാഹു സമ്പൂർണ്ണ മഗ്ഫിറത്ത് നൽകി നാം ഈ പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെ ഒക്കെ മിഥില സവാബ് അള്ളാഹു അവരിലേക്ക് എത്തിച്ച് അവരുടെ ഖബറിടങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ നൂറാനിയത്ത് കൊണ്ട് പ്രഭാപൂരിതമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള, എനിക്ക് മുമ്പ് ഇതിലൂടെ സംസാരിച്ച ഉസ്താദ്മാരൊക്കെ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ ഹുബ്ബ് വെക്കണമെന്നും അവിടുത്തെ സ്ഥാനമാനങ്ങൾ എന്താണ് എന്നും അവിടുത്തെ എങ്ങനെ പിൻപറ്റണമെന്നും ഒക്കെ വളരെ വിശാലമായി സംസാരിക്കുകയുണ്ടായി. എത്ര പറഞ്ഞാലും തീരാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണല്ലോ ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരാളെ കൊണ്ട് വർണ്ണിച്ചു തീർക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് എഴുതി തീർക്കാനോ ഒന്നും കഴിയാത്ത കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് തന്നെ വിശുദ്ധ ഖുർആനാണല്ലോ. വളരെ സുന്ദരമായി അള്ളാഹുവാണ് മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞത്. അല്ലേ, നമുക്കറിയാം, പരിശുദ്ധമായ റമദാനിൽ മിക്ക പള്ളികളിലും ചെല്ലുന്ന വിത്രിയ ബൈത്ത് ഉണ്ടല്ലോ. മഹാനായ അബൂബക്കർ റഷീദുൽ വാഹിദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു രചിച്ച ഓരോ അക്ഷരം കൊണ്ട് തുടങ്ങി അതേ അക്ഷരത്തിൽ അവസാനിക്കുന്ന വളരെ അത്ഭുതകരമായ ആ കാവ്യം, അതിൽ മഹാനവർ പറയുന്നുണ്ട്, അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദിൻ വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഉ. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനാണ്. ഏറ്റവും സുന്ദരമായ വിശുദ്ധമായ ഖുർആൻ, ലോകത്തിന്നും അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ തന്നെ മുത്തുനബിയെ പറ്റി ഇത്രത്തോളം പുകഴ്ത്തി പറയുമ്പോൾ എങ്ങനെ പറഞ്ഞു തീർക്കാനാണ് എന്ന് അർത്ഥം വരുന്ന വരികൾ മഹാന്മാർ രചിച്ചു വെച്ചിട്ടുണ്ട്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമ്മൾ എത്ര കേട്ടാലും എങ്ങനെ കേട്ടാലും മതിവരാത്ത സുന്ദരമായ ജീവിത ശൈലിയുടെ ഒരു മനുഷ്യൻ്റെ നിഖില മേഖലകളും അവൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് 63 വർഷക്കാലത്തെ മാനുഷിക ജീവിതത്തിലൂടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിലൂടെ മനുഷ്യനിക്ക് ജീവിച്ച് കാണിച്ചു തന്ന നേതാവാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അയച്ചു തന്നെ യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ്, മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, ശാശ്വതമായ ജീവിതത്തിൻ്റെ നിദാന കേന്ദ്രമാകുന്ന ആഖിറത്തിൻ്റെ വിജയം തെരഞ്ഞെടുത്ത് അനുഗ്രഹങ്ങളുടെ പർദീസയാകുന്ന പരിശുദ്ധമായ സ്വർഗലോകത്ത് മനുഷ്യന് എത്തിപ്പെടാനുള്ള നേർമാർഗം ജീവിച്ചു കാണിച്ചു തരാനാണ് അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ ഖുർആനുമായി അയച്ചത്.
അതുകൊണ്ടല്ലേ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുത്തെ ഹദറത്തിൽ ഒരു സ്വഹാബി വര്യം വന്നിട്ട് ചോദിച്ചു, അല്ല ആയിഷ ഉമ്മ, മുത്തുനബിയുടെ സ്വഭാവം എന്താണ്? അവിടുന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞില്ലേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ്, അഥവാ പരിശുദ്ധമായ ഖുർആനിൻ്റെ വിശദീകരണമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. എത്തിപ്പെടാൻ കഴിയൂല. ആ നബിയിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിൽ എത്തിപ്പെടാൻ കഴിയൂല. ഇരു ലോകത്തും സുന്ദരമായ ജീവിതം വേണമെങ്കിൽ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഞ്ചോടിഞ്ച് അവിടുത്തെ പിൻപറ്റാതെ ഒരാൾക്കും മുഅ്മിനാകാൻ കഴിയൂല. ആ നബിത്തങ്ങളെ ഹുബ്ബ് വെക്കൽ നമുക്ക് ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ മഹാനവർ പറയുന്നൊരു ഹദീസ് നമുക്ക് കാണാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ആ ആളിന് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒന്നാമത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. മറ്റെന്തിനേക്കാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനിലേക്ക് അഹബ്ബാവാണ്. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും മറ്റെന്തിനേക്കാളും അവനിലേക്ക് ഹുബ്ബാകുന്നത് വരെ ഒരാൾ മുഅ്മിനാവൂല. ആ ഹുബ്ബുണ്ടെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് നുകരാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ആരായിരുന്നു ഒരു വിഷയമുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അടുത്ത ചരിത്രം അത്രത്തോളം വിശാലമാണ്. അതെവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സാധുവായ എന്നെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ജനിച്ചിടം മുതൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ എൻ്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ചത് മുതൽ, കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ എൻ്റെ വാപ്പയുടെ മുതുകിൽ ഞാൻ ഉണ്ടായത് മുതൽ, അങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മൾ അവസാനം ഒരു ശൂന്യതയിൽ ചെന്നെത്തും. എവിടുന്നെങ്കിലും നമുക്ക് എൻ്റെ ചരിത്രം തുടങ്ങാൻ കഴിയുമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, സ്വർഗം പണിതത് മുതൽ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ അതിൻ്റെ ചരിത്രം തുടങ്ങുകയാണ്. ഭൂമി ഉണ്ടായത് മുതൽ അതിൻ്റെ ചരിത്രം തുടങ്ങുകയാണ്. അപ്പോൾ എവിടുന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങേണ്ടത്? ഭൂമി മുതൽ അല്ല, ആകാശം മുതൽ അല്ല, സ്വർഗം മുതൽ, അതിനു മുമ്പേ ഉണ്ടാവണം. അപ്പം ഗോളങ്ങൾ മുതൽ, അതിനു മുമ്പേ ഉണ്ടാവണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹു തആല പറഞ്ഞില്ലേ, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അള്ളാഹു അല്ലാത്ത എന്തൊക്കെ പടപ്പുണ്ടോ അതിനൊക്കെ റഹ്മത്താണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് അള്ളാഹു അല്ലാതെ മറ്റ് സകലതിനും റഹ്മത്താണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനുഷ്യൻ മാത്രമല്ല, മലക്കുകൾ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, പക്ഷികൾ മാത്രമല്ല, വൃക്ഷലതാദികൾ മാത്രമല്ല, അള്ളാഹു എന്തൊക്കെ പടച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവിടുന്ന് റഹ്മത്താണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവകൾക്കൊക്കെ മുമ്പേ ഉണ്ടാവേണ്ടത് സയ്യിദുന മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാമല്ലോ, മനുഷ്യനെ അള്ളാഹു പടക്കുന്നത് സ്വർഗ്ഗലോകത്താണ്. അപ്പം അതിനു മുമ്പേ സ്വർഗം ഉണ്ടാവണം. സ്വർഗ്ഗലോകത്ത് മനുഷ്യനെ അള്ളാഹു പടക്കണമെങ്കിൽ സ്വർഗം ഉണ്ടാവണം. ആ സ്വർഗ്ഗലോകത്ത് വെച്ച് പടക്കാൻ വേണ്ടി മനുഷ്യനെ പടക്കാൻ അള്ളാഹു മണ്ണെടുത്തത് അല്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, സുലാലത്തുൻ മിൻ തീൻ, മണ്ണിൻ്റെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് ഞാൻ മനുഷ്യനെ പടച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ മണ്ണെടുക്കണമെങ്കിൽ ഭൂമി ഉണ്ടാവണം. അപ്പോൾ ഭൂമി ഉണ്ടാവണമെങ്കിൽ അതിനു മുമ്പേ സ്വർഗം ഉണ്ടാവണമെങ്കിൽ, ആ സ്വർഗത്തിൽ വെച്ച് മനുഷ്യനെ പടക്കണമെങ്കിൽ ആ സ്വർഗം ഭൂത്തിന് പോലും റഹ്മത്താണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭൂമിക്ക് റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണെടുക്കാൻ അല്ലാഹു തആല നിയോഗിച്ച മലക്കുകൾക്ക് റഹ്മത്താണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ മലക്കുകൾക്കും സ്വർഗത്തിനും ഭൂമിക്കൊക്കെ മുമ്പേ ഉണ്ടാവണം, എങ്കിലേ റഹ്മത്താവുള്ളൂ. അപ്പം അതിനു മുമ്പേ ഉണ്ടാവണം ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങും?
ആരെ കൊണ്ട് തുടങ്ങും? ഹബീബായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നുണ്ട്, കുന്തു കൻസം മഖ്ഫിയ ഫഅറത്തു അൻ ഉഅറഫ് ഫഖലഖതുൽ ഖൽഖ. അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറഞ്ഞു, കുന്തു കൻസം മഖ്ഫിയ, ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ മറച്ചു വെച്ചിരിക്കുന്നു എന്നല്ല. അന്നിവിടെ അള്ളാഹു എന്ന പ്രതിഭാസത്തിന് പുറമെ മറ്റൊന്നില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ പടപ്പില്ലായിരുന്നു. ഒന്നും അള്ളാഹു പടച്ചതാണല്ലോ സകലതും. പക്ഷേ ഒരു പടപ്പില്ലായിരുന്നു. പടച്ചവൻ മാത്രമുള്ള ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിക്കൊന്നും ചിന്തിച്ചെടുക്കാൻ കഴിയൂല. അള്ളാഹു മാത്രമുള്ള ഒരു സന്ദർഭം, അള്ളാഹു ആകുന്ന പ്രതിഭാസം മാത്രം. അന്ന് പ്രപഞ്ചമില്ല, ആലമില്ല, ഒന്നുമില്ല. മലക്കുകളില്ല, ജിന്നുകളില്ല, സ്വർഗമില്ല, നരകമില്ല, ഭൂമിയില്ല, ആകാശമില്ല, ഒന്നുമില്ല, ഗാലക്സികളില്ല, ഒന്നുമില്ല. അള്ളാഹു താല പറയാണ്, കുന്തു കൻസം മഖ്ഫിയ, ഞാൻ മറക്കപ്പെട്ട നിധിയായിരുന്നു. എന്ന് വെച്ചാൽ കണികയോളം ഉള്ളൂ, എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചിരുന്നു എന്നല്ല. അള്ളാഹുവിനെ അറിയാൻ ഇവിടെ പടപ്പുകളില്ലായിരുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു, ഫഅറത്തു അൻ ഉഅറഫ്, ഞാൻ അറിയപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഫഖലഖതുൽ ഖൽഖ, ഞാൻ അങ്ങനെ സൃഷ്ടികളെ പടക്കാൻ തീരുമാനിച്ചു. ഞാൻ അറിയണമെങ്കിൽ സൃഷ്ടികൾ വേണം. അള്ളാഹു പറയുകയാണ്, ഞാൻ അറിയണമെങ്കിൽ സൃഷ്ടികൾ വേണം. അങ്ങനെ ആ സൃഷ്ടികളെ പടക്കാൻ തീരുമാനിച്ചു. ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞില്ലേ, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അള്ളാഹു ആദ്യമായി പടക്കുന്നത് എൻ്റെ പ്രകാശമാണ്. അതിപ്പോൾ നമ്മളൊക്കെ സുന്നികളാണ്. നമ്മളൊക്കെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പൂർവികർ കാണിച്ചു തന്ന പാതയിലൂടെ മുത്തുനബിയിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബത്ത് വഴി താബിഈങ്ങൾ, താബിഈങ്ങൾ, ആ ഇമ്മത്തുകൾ വഴി, നമ്മുടെ ഉലമാക്കൾ വഴിയും നമ്മളിലേക്ക് കിട്ടിയ, നമ്മുടെ പൂർവികർ വഴി നമ്മളിലേക്ക് കിട്ടിയ ദീൻ, ആ ഋജുവായ പാത, നേരായ പാതയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മഹാന്മാർ എഴുതി വെച്ചതൊക്കെ നമുക്ക് തെളിവുകളാണ്, നമ്മളെ വിശ്വാസമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ ഷറഫുൽ അനാം മൗലിദിൽ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞു, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അള്ളാഹു ആദ്യമായി പടക്കുന്നത് എൻ്റെ പ്രകാശമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മങ്കൂസ് മൗലൂദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ മങ്കൂസ് മൗലൂദിലും കാണാം, അള്ളാഹു തആല എൻ്റെ പ്രകാശം പടച്ചുവെന്നും ഖബ്ല യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബി അൽഫൈ ആം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എൻ്റെ പ്രകാശത്തെ പടച്ചു എന്നും, യുസബ്ബിഹുല്ലാഹ ദാലിക നൂർ, ആ പ്രകാശം അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നും മഹാന്മാർ രചിച്ചു വെച്ചതായി നമുക്ക് കാണാം. അവർ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, തിരുസുന്നത്തും അതുപോലെയുള്ള ഇൽമിൻ്റെ ഗേഹങ്ങൾ ഒക്കെ ഒരുപാട് റെഫർ ചെയ്ത്, ഒരുപാട് ചിന്തിച്ച് പഠിച്ച് അതനുസരിച്ച് എഴുതിയതാണല്ലോ മൗലിദുകളൊക്കെ മഹാന്മാർ. അപ്പോൾ അതിൽ അവർ എഴുതി വച്ചിരിക്കുകയാണ്. അത് ഞാനൊരു തെളിവിന് വേണ്ടി, സാധാരണക്കാരും കൂടെ ഈ കൂട്ടത്തിലുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഞാൻ മറക്കപ്പെട്ട നിധിയായിരുന്നു, അറിയപ്പെടണമെന്ന് തീരുമാനിച്ചു, ഞാൻ സൃഷ്ടികളെ പടക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ആദ്യമായി പടക്കുന്നത് സ്വർഗമല്ല, ഭൂമിയല്ല, ആകാശമല്ല, അർശല്ല, കുർസല്ല, മലക്കുകളല്ല, ജിന്നുകളല്ല, മനുഷ്യരെ അല്ല, ആദ്യമായി പടക്കുന്നത് എൻ്റെ പ്രകാശമാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. അള്ളാഹു ആകുന്ന ആ പ്രതിഭാസവുമുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശവുമുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പടപ്പുകളാകുന്ന പ്രപഞ്ചം, അതിലുള്ളതൊന്നും ഇല്ല. അത് നമ്മുടെ ബുദ്ധിക്ക്, സാധാരണക്കാരനെ കൊണ്ട് ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമല്ല, ഒരു പ്രവർത്തനമല്ല, ഒരു ചിന്തയല്ലത്. അങ്ങനെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശവും. ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ പടപ്പ്. ആ നബി തങ്ങളെ അയച്ച എന്തിനാണ്? മാനവരാശിക്ക് നന്മ കാണിക്കാൻ, ലോകത്തിന് അനുഗ്രഹമാകാൻ. അത് മനുഷ്യന് മാത്രമല്ലല്ലോ. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നമുക്ക് ചരിത്രങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയായിരുന്നു മൃഗങ്ങൾ മുത്തുനബിയെ ഹുബ്ബ് വെച്ചത്, എങ്ങനെയായിരുന്നു വൃക്ഷങ്ങൾ മുത്തുനബിയെ ഹുബ്ബ് വെച്ചത്, എങ്ങനെയാണ് ചന്ദ്രഗോളങ്ങൾ മുത്തുനബിയെ ഹുബ്ബ് വെച്ചത്, എങ്ങനെയാണ് മണ്ണും വിണ്ണും മുത്തുനബിയെ ഹുബ്ബ് വെച്ചത് എന്ന് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ വിശാലമായി പറയേണ്ട കാര്യമാണ്. മണിക്കൂറുകൾ എടുത്താലും നമുക്ക് എങ്ങും എത്തിക്കാൻ കഴിയൂല. ഓരോന്നും തലനാരിഴ കീറി ചർച്ച ചെയ്യണമെങ്കിൽ
നമ്മുടെ മരണം വരെ ചർച്ച ചെയ്താലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം ഒരിടത്തും എത്തിക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ നമുക്ക് ഒക്കുന്നത് ഇൻഷാ അല്ലാഹ് കുറച്ച് പറയാം. അള്ളാഹു അതിന് പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തായിട്ട്, റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് സകലതിനും റഹ്മത്തായിട്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല പടച്ചത്. പിന്നെന്തിനാണ് അവസാനത്തെ പ്രവാചകനായിട്ട് അള്ളാഹു റസൂലിനെ അയച്ചത്? ഒന്നാമത്തെ പ്രവാചകൻ നമുക്കറിയാം അബുൽ ബശ്റാദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഖാത്തിമുൻ നബിയാണ്. പ്രവാചക ശൃംഖലയ്ക്ക് നാന്ദി കുറിച്ചുകൊണ്ട് കടന്നു വന്ന നേതാവാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം പവിത്രതയുള്ള, അത്രത്തോളം ശ്രേഷ്ഠതയുള്ള മുത്തുനബിയെ എന്തുകൊണ്ട് അവസാന പ്രവാചകനായിട്ട് അള്ളാഹു അയച്ചു? ഇൻഷാ അല്ലാഹ് അതും നമുക്ക് സമയമുണ്ടെങ്കിൽ ബാക്കിൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അയച്ചത് ലോകത്തിന് റഹ്മത്തായിട്ടാണ്. കരുണ കാണിക്കാൻ, കാരുണ്യം കാണിക്കാൻ, മനുഷ്യൻ എങ്ങനെയാകണമെന്ന് ജീവിച്ചു കാണിക്കാൻ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം? മുത്തുനബിയെ മനുഷ്യനിലേക്ക് എത്തിക്കണം. അതവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങാം. അള്ളാഹു മനുഷ്യനെ പടക്കുന്നത് സ്വർഗലോകത്താണ്. അള്ളാഹു മനുഷ്യനെ പടക്കുന്നത് സ്വർഗലോകത്താണ്. നമുക്കറിയാമല്ലോ ചരിത്രം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാൻ അള്ളാഹു തആല ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മണ്ണുകൾ എടുത്തു. അതൊക്കെ നമുക്ക് ചരിത്രം അറിയാം. അതുകൊണ്ടാണ് മനുഷ്യൻ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത സ്വഭാവത്തിലുമൊക്കെ വരുന്നതിൻ്റെ കാരണങ്ങൾ അതൊക്കെയാണ്. അതാണല്ലോ ഒരു മയ്യത്ത് കൊണ്ട് ഖബറിൽ വെച്ചിട്ട് നമ്മൾ 3 പിടി മണ്ണിടുമ്പോൾ മിൻഹാ ഖലഖ്നാക്കും, നിന്നെ ഇതിൻ്റെ സത്തയിൽ നിന്നാ മോനെ പടച്ചത്, വഫീഹാ നുഈദുക്കും, അതിലേക്ക് തന്നെ നിന്നെ മടക്കപ്പെടും, വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖറ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. മണ്ണുമായി ബന്ധം, ആ മനുഷ്യൻ്റെ തുടക്കം മുതൽ മണ്ണുമായി ബന്ധമാണ്, ഒടുക്കവും മണ്ണിലേക്കാണ്. അപ്പോൾ ആ നിലയിലുള്ള മനുഷ്യനെ പടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്ത് വെച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചു. ആദം നബിയെ പടച്ചത് എന്തിനാ? പ്രവാചകന്മാരെ പടച്ചത് എന്തിനാ? അത് മനുഷ്യരാശിയുടെ നന്മയ്ക്കാണ് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്തോ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അത് വഹിച്ച് 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 അവസാനം ഓരോ പ്രവാചകന്മാർ വഴി, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഴി, ആമിന റളിയല്ലാഹു അൻഹ വഴി ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് വരണം. സാധാരണ മനുഷ്യനല്ല. മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ, മനുഷ്യന് മാതൃക കാണിക്കാൻ, മനുഷ്യന്റെ ജീവിതം പഠിപ്പിക്കണമെങ്കിൽ മനുഷ്യകോലത്തിൽ മനുഷ്യപ്രകൃതത്തിൽ വന്നെങ്കിലേ കഴിയൂ. അതുകൊണ്ടാണ് മുത്തുനബിയെ മനുഷ്യനായിട്ട് അള്ളാഹു അയച്ചത്. കേവലം ഒരു മനുഷ്യനല്ലല്ലോ, കേവലം ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ എല്ലാം പ്രത്യേകതയാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് എനിക്ക് പുറകിൽ വന്ന് ഉസ്താദുമാർ ഒന്നൊന്നായി പറഞ്ഞു തരുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആ മുത്തുനബി അള്ളാഹു തആല ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ അയക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ച രംഗങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗലോകത്ത് സുന്ദരമായി ഇണയാകുന്ന ഹവ്വാ റളിയല്ലാഹു തആല അൻഹയുമായി ജീവിക്കുകയാണ്. ആ സംഭവങ്ങളൊക്കെ വളരെ വിശദമാണ്, വളരെ നമുക്കൊക്കെ സുപരിചിതമാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചിട്ട് അള്ളാഹു തആല ഈ പ്രകാശം വഹിച്ച് ഭൂമിയിൽ എത്തിക്കണമല്ലോ. ഈ പ്രകാശത്തെ അള്ളാഹു തആല, ഈ പ്രകാശത്തിൽ നിന്നാണ് സകലതിനെ അള്ളാഹു പടച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സ്വർഗവും നരകവും, സ്വർഗവും മനുഷ്യനും ജിന്നുകളും എന്ന് വേണ്ട അള്ളാഹുവിൻ്റെ സകല പടപ്പുകളും അതിനുശേഷം ഉള്ളതാണ്. അപ്പൊ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചിട്ട് ആദം നബിയുടെ മുതുകിൽ അള്ളാഹു അങ്ങ് വെച്ചു കൊടുത്തു. ഇവിടെ ചരിത്രകാരന്മാർ വളരെ രസകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. വളരെ അങ്ങനെ സ്വർഗലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു വരുമ്പോൾ മലായിക്കത്തുകൾ എപ്പോൾ നോക്കിയാലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിറകിലുണ്ട്. ആദം നബി എവിടെ പോകുമ്പോഴും ബാക്കിൽ കുറേ മലക്കുകൾ ആദരവോടെ, സ്നേഹത്തോടെ, വിനയാന്വിതരായി എപ്പോഴും കൂടെ ഉണ്ടാകും. പക്ഷെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ പോയാലും മലക്കുകൾ ഉണ്ടാവും. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ കുറേ മലക്കുകളുണ്ടല്ലോ, എന്താണ് കാരണം? ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ പുറയിൽ കുറേ മലക്കുകൾ എന്തോ ആകർഷിച്ചുകൊണ്ട്, എന്തിനോ കാത്തിരുന്നുകൊണ്ട്, എന്തിനോടുള്ള വലിയ ഹുബ്ബ് തോന്നുന്നത് പോലെ എന്താണ് ഇവർ എൻ്റെ പിറകിൽ വരുന്നത്? അള്ളാഹു പറഞ്ഞ, ആദമേ, നിങ്ങളുടെ മുതുകിൽ എൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബിൻ്റെ പ്രകാശം ഞാൻ വെച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബേ,
സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ മുമ്പേ നടക്കുക, എൻ്റെ ബാക്കിൽ എപ്പോഴും അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റിക്വസ്റ്റ് പരിഗണിക്കുന്നു. പ്രകാശമെടുത്ത് മുൻപിൽ വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആദം നബി അതിനേക്കാൾ കുടുങ്ങി. കാരണം ഇപ്പം മലക്കുകളൊക്കെ ഫ്രണ്ടിലായി. അവർ ഫ്രണ്ട് കണ്ട് ഇങ്ങോട്ട് നിൽക്കുകയാണ്. കാരണം മുത്തുനബിയെ തിരിഞ്ഞു നിൽക്കൂലല്ലോ. മുത്തുനബിയുടെ പ്രകാശത്തിനോടുള്ള ഒരു ആകർഷണമാണത്. അത് ഇൻഷാ അല്ലാഹ് മക്കയിലുണ്ടായ സംഭവം ഞാൻ ബാക്കിൽ പറയും. മുത്തുനബിയുടെ നുബുവത്തിന്റെ പ്രകാശം കണ്ടിട്ട് ഒരാൾ ആഗ്രഹിച്ച കാര്യം അത് ഇൻഷാ അല്ലാഹ് പറയിൽ ഞാൻ പറയാം. അപ്പൊ അങ്ങനെ മലായിക്കത്തുകൾ ഫ്രണ്ടിൽ വന്നിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ആദം നബിയിലേക്ക്. ആദരവോടെ, ഭവ്യതയോടെ, സ്നേഹത്തോടെ, ഇഷ്കോടെ, അനുരാഗത്തോടെ മലായിക്കത്തുകൾ തിരിഞ്ഞു നിന്നപ്പോ ആദം നബിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഇതൊരു വല്ലാത്ത വിഷയമായി പോയി. അപ്പൊ അതുകൊണ്ട് ആദമേ, അത് നിങ്ങളോടുള്ള ഹുബ്ബല്ല, എൻ്റെ ഹബീബിന്റെ പ്രകാശത്തോട്, എൻ്റെ ഹബീബിന്റെ പ്രകാശത്തിന്റെ ആ ഒരു അത്ഭുതത്തോട് ആ മലായിക്കത്തുകൾക്ക് തോന്നിയ ഹുബ്ബാണ്. അവരുടെ അജബാണത്, അത്ഭുതമാണത്. ചുരുക്കത്തെ അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഇതുപോലുള്ള വേറെ പ്രകാശങ്ങളുണ്ടോ? ഇതിനടുത്ത് നിൽക്കുന്ന വേറെ പ്രകാശങ്ങളുണ്ടോ? ഉണ്ട്. 4 പ്രകാശങ്ങൾ എടുത്ത് 4 വിരലിൽ വെച്ചു കൊടുത്തു. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, 4-മത്തെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ ഈ പ്രകാശവും വഹിച്ച ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗലോകത്ത് ഇണയാകുന്ന ഹവ്വാ റളിയല്ലാഹു അൻഹായുമൊത്ത് സുന്ദരമായി ജീവിക്കുകയാണ്. പക്ഷേ ഈ പ്രകാശം ഭൂമിയിൽ എത്തിക്കണമല്ലോ. പ്രകാശം ഭൂമിയിൽ എത്തിക്കണം. അള്ളാഹു നീതിമാനാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്നൊരു മനുഷ്യനെ പുറത്താക്കൂല, സ്വർഗത്തിലെത്തിയ ആളിനെ പുറത്താക്കൂല. അതിനൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ തെളിവുകൾ ഒരുപാട് പറയാനുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്നുണ്ട് മലായിക്കത്തിന്റെ. ഇന്നും ഭൂമി ലോകത്ത് അവർ ശിക്ഷ അനുഭവിക്കുന്ന 2 മലക്കുകളാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയത്തിൽ വന്നതാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് സാന്ദർഭികമായി ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങനെ ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗലോകത്ത് കഴിയുമ്പോൾ ആദം നബിയോട് നിങ്ങളങ്ങ് ഭൂമിയിൽ പോകാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് അള്ളാഹു ഒരു ഹിക്മത്ത് വെക്കുക. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഭൂമിയിൽ എത്തിക്കണം. ഭൂമിയിൽ എത്തിച്ച് ഓരോ പ്രവാചകന്മാർ വഴി ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആ മക്കയിൽ അന്നുണ്ടായിരുന്ന സംഭവം, ആ ഡാർക്ക് ഏജിലാണല്ലോ മുത്തുനബി ജനിക്കുന്നത്. മനുഷ്യൻ വളരെ അധർമ്മത്തിലേക്ക് പോകുമ്പോൾ, അക്രമത്തിലേക്ക് പോകുമ്പോൾ, അനീതിയിലേക്ക് പോകുമ്പോൾ, വേറെ അക്രമികളായി നടക്കുന്ന മനുഷ്യനെ നന്മയുടെ സാൽപ്പാന്താവിലേക്ക് നയിക്കാനാണല്ലോ മുത്തുനബി അള്ളാഹു അയച്ചത്. അപ്പൊ ആ മനുഷ്യനിൽ എത്തിക്കണമെങ്കിൽ ആ പ്രകാശം ഭൂമിയിൽ എത്തേണ്ടതുണ്ട്. അത് വഹിച്ചിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ എത്തേണ്ടതുണ്ട്. അതിന് അള്ളാഹു തആല ഡയറക്റ്റ് ആയിട്ട് നിങ്ങളങ്ങ്, കാരണം എന്താ, സ്വർഗവും ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വർഗത്തിൽ ലഹുമ്മാ യസ്തഹൂൻ, ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗത്തിലുണ്ടല്ലോ. ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലുണ്ട്. അവിടെ പരീക്ഷണമില്ല, അവിടെ ശിക്ഷയില്ല, അവിടെ വേദനയില്ല, അവിടെ ക്ലേശമില്ല, അവിടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ല. അവിടെ സ്വർഗം സുഖത്തിന്റെ ലോകമാണ്, സന്തോഷത്തിന്റെ ലോകമാണ്, ആനന്ദത്തിന്റെ ലോകമാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിൽ നിന്നും, സ്വർഗത്തിൽ എന്ത് വേണമെങ്കിലും അവിടെ ആഗ്രഹിക്കുന്ന മുമ്പിലുണ്ടാകും. നമ്മൾ ഒന്നിനും പോകണ്ട, നമുക്ക് ഏത് കാര്യത്തിനും ആഗ്രഹിക്കുന്നത് കിട്ടുന്ന ലോകമാണല്ലോ സ്വർഗം. പക്ഷെ ഭൂമിയാണെങ്കിലോ അത് കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് അയക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറയാൻ പറ്റൂല. അതിന് അല്ലാഹു ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. നമ്മളൊക്കെ വികലമായി മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു ചരിത്ര സംഭവമാണത്. പലരും അത് ഒരു വല്ലാത്ത രീതിയിലൊക്കെ പറയുമായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് വെച്ചിട്ട് അള്ളാഹു പറഞ്ഞില്ല, ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. വൃക്ഷം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ലാ തഖറബ ഹാദിഹി ഷജറ ഫതകൂന മിനൽ ളാലിമീൻ. ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ ഫ്രൂട്ട്സ്, അതിൻ്റെ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത്. സ്വർഗത്തിൽ യഥേഷ്ടം ഫ്രൂട്ട്സുകളുണ്ട്, യഥേഷ്ടം തോട്ടങ്ങളുണ്ട്, യഥേഷ്ടം ഭക്ഷണങ്ങളുണ്ട്. അവിടെ വിശപ്പില്ലല്ലോ. വിശപ്പകറ്റാൻ ഭക്ഷണം കഴിക്കുന്ന ഭൂമിയിലാണ്. അവിടെ വിശപ്പില്ല, ദാഹമില്ല. അങ്ങനെ ഒരു ലോകമാണല്ലോ. ഇപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ ഓരോരുത്തർ കേൾക്കുമ്പോൾ അവർക്കത് ഒരു രസകരമായിട്ടോ അല്ലെങ്കിൽ കളിയാക്കാൻ പറ്റുന്ന നിലയിലൊക്കെ പലരും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശ്വസിക്കണമല്ലോ. നമ്മോട് പറഞ്ഞു തന്ന മുത്തുനബിയാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിച്ചെങ്കിലേ മുഅ്മിനാവുള്ളൂ. ലെവലേശം മുത്തുനബിയുടെ വാക്കിൽ ലെവലേശം സംശയം വന്നാൽ അവനെ മുഅ്മിനാവൂല്ലല്ലോ, അവൻ മുസ്ലിം ആവൂല്ലല്ലോ. മുത്തുനബി പഠിപ്പിച്ചത് നമ്മൾ അതേപടി അംഗീകരിക്കുമ്പോഴാണല്ലോ അവൻ മുസ്ലിം ആവുന്നത്. അപ്പൊ ആ നിലയിൽ ആ സ്വർഗലോകത്ത്
എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെയുണ്ട്. പക്ഷേ ഭൂമിയിലേക്ക് അയക്കണമെങ്കിൽ, പക്ഷേ എന്നാലോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലുള്ള ആ പ്രകാശം ഭൂമിയിൽ എത്തേണ്ടതുണ്ട്. എത്തണമെങ്കിൽ ആദം നബി ഭൂമിയിൽ വരണം. അപ്പോൾ സ്വർഗലോകത്ത് നിന്ന് ആദം നബിയെ ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കണമെങ്കിൽ അതിന് ചെറിയൊരു ഹിക്കുമത്ത് വേണം. അതിന് അള്ളാഹു തആല എന്ത് ചെയ്ത്, ഇത്രയും സുന്ദരമായ സുഖലോലുപമായ അനുഗ്രഹങ്ങളുടെ പറുദീസയായ പരിശുദ്ധമായ സ്വർഗലോകത്ത് യഥേഷ്ടം ഭക്ഷണവും ഫ്രൂട്ട്സുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കരുത്. അതിൻ്റെ പഴം കഴിച്ചാലോ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടും. അങ്ങനെ മുട്ടിയാലോ സ്വർഗത്തിൽ ടോയ്ലറ്റും ഇല്ല. സ്വർഗത്തിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അവിടെ വേസ്റ്റ് ഇല്ലല്ലോ. വേസ്റ്റ് വരുമ്പോഴല്ലേ വേസ്റ്റ് നമ്മൾ പുറന്തള്ളേണ്ടി വരുന്നത്. അവിടെ വേസ്റ്റും ഇല്ലല്ലോ. ആ നിലയിൽ അള്ളാഹു തആല പറഞ്ഞു കൊടുത്തു. പക്ഷെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ഗൗനിച്ചു. ഹവ്വാ റളിയല്ലാഹു അൻഹ ഗൗനിച്ചു. പറഞ്ഞത് റബ്ബാണ്. അതിനോട് അടുക്കരുത് എന്ന് പറഞ്ഞ റബ്ബാണ്. അതിൻ്റെ പഴം തിന്നരുതെന്ന് പറഞ്ഞ റബ്ബാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാമല്ലോ, പ്രവാചകന്മാരുടെ ഒന്നാമത്തെ ആളാണ്. ഒരു പ്രവാചകൻ ഒന്നാമത്തെ ആൾ പ്രവാചകനാകണമെങ്കിൽ ആ പ്രവാചകനാകുന്ന ആൾ അള്ളാഹുവിന് ഒരു തരി പോലും എതിര് പ്രവർത്തിക്കലല്ല, ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ. അള്ളാഹുവിന് എതിരായിട്ട് ഒരു കാര്യം ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹു പറഞ്ഞത് കേൾക്കാതിരുന്നാൽ, അള്ളാഹ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ ആള് പ്രവാചകനാവൂല. അള്ളാഹുവിനെതിര് പ്രവർത്തിക്കലോ. നമ്മളൊക്കെ ഈ സംഭവം കേട്ടിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷെ പിശാച് വന്ന് ആദം നബിയോട് തിന്നാൻ പറഞ്ഞു. അപ്പോൾ ആദം നബി അത് വിലങ്ങി ഹവ്വാ റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് ഇങ്ങനെ ഇബ്ലീസ് ഒരുപാട് എന്താ പറയാ ബ്രെയിൻ വാഷ് ചെയ്തു. അങ്ങനെ ഹവ്വാ റളിയല്ലാഹു പറഞ്ഞ് ആദം നബി പിച്ചി തിന്നു. അങ്ങനെ തൊണ്ടയ്ക്കെത്തിയപ്പോൾ കയറി പിടിച്ചു. അവിടെ തൊണ്ടയ്ക്കങ്ങായപ്പോൾ അതുകൊണ്ട് ആണുങ്ങളുടെ തൊണ്ടയ്ക്ക് മുഴ വന്നത് എന്നൊക്കെ വികലമായ രീതിയിൽ ഈ ചരിത്രം നമ്മുടെ ചില മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യം ചിന്തിക്കുക. ഒന്ന്, ഇബ്ലീസ് വന്ന് സ്വർഗത്തിൽ നിന്ന്. സ്വർഗലോകത്ത് ഇബ്ലീസ് വന്നു എന്ന് പറയുമ്പോൾ പിഴപ്പിക്കാൻ, സ്വർഗലോകത്ത് കടന്നാൽ പിന്നെ പിഴക്കില്ലല്ലോ. പിഴയ്ക്കാത്തവനല്ലേ കടക്കുന്നത്. അപ്പൊ ശൈത്താൻ സ്വർഗത്തിൽ വന്നെന്ന് പറഞ്ഞത് തന്നെ പൊട്ടത്തരം. രണ്ട്, അള്ളാഹു തആല കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഷെയ്ത്താന്റെ അല്ലെ ഹവ്വാ റളിയല്ലാഹു വാക്ക് കേട്ടോണ്ട് ആദം നബി അത് കഴിക്കണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കലല്ലേ. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് വേണം ആദം നബി അത് കഴിക്കാൻ. എന്നാൽ അത് കഴിച്ചു എന്ന് ചരിത്രവും പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കഴിക്കണമെങ്കിൽ അത് ഷെയ്ത്താന്റെ പ്രേരണയാവുമ്പോൾ ഷെയ്ത്താന് വഴിപ്പെടലാവും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ആദന്നെ ഒരു പ്രവാചകനിൽ നിന്ന് ഷെയ്ത്താന് വഴിപ്പെട്ട് അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കാൻ പാടുണ്ട. ഇല്ല. പിന്നെ എന്താ സംഭവിച്ചേ? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആദം നബി ഗൗനിച്ചു, ആ മരം കഴിക്കരുത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഓർമ്മയുണ്ട്, ഹവ്വാ റളിയല്ലാഹു അൻഹ ഓർമ്മയുണ്ട്. പക്ഷേ അവരുടെ കൽബിൽ നിന്നും അള്ളാഹു ആ മരം ഏതാണ് എന്നുള്ള കാര്യം മറപ്പിച്ചു കളഞ്ഞു. ഏതാണ് എന്ന് ഉള്ള കാര്യം, ഏത് മരമാണെന്ന് അവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. അത് അള്ളാഹു തആല എടുത്തു മാറ്റി. ഏതുപോലെ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു. അത് പറയാൻ വേണ്ടി ഓടി വരുമ്പോൾ രണ്ട് സ്വഹാബത്തിൻ്റെ ഒരു തർക്കമുണ്ടായി. ആ റഹ്മത്ത് അള്ളാഹു ഊരി. അപ്പോൾ ഏതാണെന്നുള്ള കാര്യം പോയിട്ട് ഇന്ന ആകാൻ ആണ് വഴി. അങ്ങനെയാണ് 27 രാവ് സാധ്യതയേറെയെന്നും അവസാനത്തിൽ ഒറ്റ രാവുകൾ പ്രതീക്ഷിക്കണമെന്നൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ആ ഇമ്മത്തുകൾ പഠിപ്പിച്ചതൊക്കെ. എന്നതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിൽ നിന്നും അത് ഏത് മരമാണ് എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ അതല്ല എന്ന് കരുതിക്കൊണ്ട് ആ പഴം പറിച്ചു കഴിച്ചുപോയി. നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടല്ല, മറവി സംഭവിച്ചു പോയതാണ്. മറന്നിട്ടല്ലാന്ന് കരുതി കഴിച്ചു പോയതാണ്. ഒരു 10-12 മണിയായപ്പോഴത്തേക്ക് ജംഗ്ഷനിലേക്ക് പോയി. പലവക്കോട് അല്ലെങ്കിൽ പാരിപ്പള്ളി അല്ലെങ്കിൽ ജംഗ്ഷനിലെത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത ദാഹം തോന്നി. ഞാൻ അവിടെ അടുത്ത് കട കണ്ടു. അവിടെ ചെന്നു ഒരു നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് പോക്കറ്റിൽ കൈയിട്ട് പൈസ എടുക്കാൻ നേരം എൻ്റെ കൽവി ചിന്ത, റബ്ബേ ഇന്ന് നോമ്പായിരുന്നല്ലോ എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ചിന്ത വന്നാലോ ആ നോമ്പ് മുറിയൂല. അതിലെ ഹുക്കുമ് മറന്നിട്ട് ചെയ്തു പോയതാ. മറന്നിട്ട് അതല്ലാന്ന് കരുതി ചെയ്തു പോയി. പിന്നീടാണ് ഓർത്തത് ആണല്ലോ എന്നുള്ള കാര്യം. അപ്പൊ അവിടെ എന്തില്ല, അവിടെ നോമ്പ് മുറിയൂല. മറവി ഉണ്ടാക്കരുത്, മറന്നിട്ട് ചെയ്തു പോയാൽ. എന്നതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതല്ലാന്ന് കരുതി ഓർക്കാതെ കഴിച്ചു പോയതാണ്. അള്ളാഹ് പറഞ്ഞത് ഓർമ്മയുണ്ട്, ഇന്നത് കഴിക്കരുത് എന്ന്. പക്ഷെ ആ മരം അതല്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അള്ളാഹു ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്തിന്?
എന്നിട്ട് ആദം നബിയെ നീതിപരമായിട്ട് അത് കഴിച്ചതിൻ്റെ പേരിൽ ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ ഭൂമിയിലേക്ക് അയക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അപ്പോൾ ആ വിലക്കിയതല്ലാന്ന് കരുതിയിട്ട് അറിയാതെ കഴിച്ചുപോയി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇടപെടുകയാണ്. അപ്പോൾ അവിടെ ഇച്ചിരി എന്ത് ചെയ്യുക, ടഫായിട്ടുള്ള പണി കൊടുക്കുക. അപ്പോൾ ഒരു വിദ്യാർത്ഥി മദ്രസയിൽ പഠിക്കാതെ വന്നു. ഉസ്താദ് ചോദിച്ച്, നിസ്കാരത്തിൻ്റെ ഫർള് പഠിച്ചോ, അല്ല തഹയ്യാത്ത് പഠിച്ചോ? പഠിച്ചില്ല. എഴുന്നേക്കടാ. എഴുന്നേറ്റു. കിതാബ് എടുക്കൂ. എടുത്തു. ഇങ്ങ് ഇറങ്ങി വാ. വന്നു. ഒരു കാല് പൊക്കി പിടിച്ചു. ഒറ്റക്കാലം എന്നിട്ട് പഠിക്ക്. അതൊരു പണിഷ്മെൻ്റാണ്. എന്ത്? ഞാൻ പറഞ്ഞിട്ടും പഠിക്കാതെ വന്നല്ലോ. അതാ കുട്ടിയോട് ഉസ്താദിനുള്ള എതിർപ്പല്ല, അല്ലെ ടീച്ചർക്കുള്ള എതിർപ്പല്ല. ഒരു കുട്ടിയെ കൊണ്ട് ഒരു കാര്യം പഠിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ് പഠിച്ചില്ല, 10 പ്രാവശ്യം അല്ലെങ്കിൽ 50 പ്രാവശ്യം എഴുതിച്ചാൽ ആ കുട്ടിയോടുള്ള ദേഷ്യമല്ല, അതിനുള്ള സ്നേഹമാണ്. അവനത് പഠിക്കണം. അങ്ങനെ നിന്നത് പെട്ടെന്ന് പഠിക്കണം, മനസ്സിൽ ഉറപ്പിച്ച് കിട്ടണം, എന്നിട്ട് അവനത് ഓതണം, അല്ലെ ഉപകരിക്കണം. അത് ആ ടീച്ചർക്ക്, അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഗൗനിച്ചില്ലല്ലേ, അത് തന്നെ കഴിച്ചു. അള്ളാഹുവേ, അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു പോയി, അതുകൊണ്ട് അള്ളാഹു മാപ്പിനോട് മാപ്പ് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, ശരി, ഞാൻ മാപ്പ് തരാം, പക്ഷേ കുറച്ച് പണിഷ്മെൻറ്റ്, ഒരു ചെറിയ പണിഷ്മെൻറ്റ്. എന്താ പണിഷ്മെൻറ്റ്? സ്വർഗ്ഗലോകത്ത് നിന്ന് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശിക്ഷിക്കലാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നരകത്തിലായിടണ്ടേ, അല്ലേ? സ്വർഗത്തിൽ നിന്ന് നരകത്തിലാണ് പോകേണ്ടത്. അതാണ് ശിക്ഷ. ഇതിപ്പോൾ എന്ത് ചെയ്ത്, എന്താഗ്രഹിച്ചാലും കിട്ടുന്ന ലോകത്ത് നിന്ന് പണിപ്പെട്ടെങ്കിൽ അത് കിട്ടുള്ളൂ എന്ന ഭാഗത്തേക്ക് അയക്കുക. അതാണ് ഭൂമി എന്ന് പറയുന്നത്. സ്വർഗത്തിലൊരു ബിരിയാണി വേണമെങ്കിൽ ആ ബിരിയാണി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോഴി ബിരിയാണി എന്ന് പറയുമ്പോൾ അവിടെ ബിരിയാണി എത്തും. നേരെ മറിച്ച് ഭൂമിയിലോ, അത് നെല്ലിടണം, അല്ലേ? നെല്ല് വിതയ്ക്കണം, പിന്നെ അത് വളരണം, നോക്കിയിരിക്കണം, പിന്നെ അത് കൊയ്യണം, പിന്നെ പലരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം, പിന്നെ അത് കൊയ്തെടുക്കണം, അത് മെതിച്ചെടുക്കണം, പിന്നെ അത് ഉണക്കണം, പിന്നെ അത് കുത്തി അരിയാക്കണം, പിന്നെ അത് മെയിൻ കടയിൽ വരണം, അവിടെ നിന്ന് ചെറുകിടക്കാരൻ്റെ കയ്യിലേക്ക് വരണം, അവിടെ നിന്ന് ചെറിയ നമ്മുടെ കടകളിലേക്ക് എത്തണം. അതിൻ്റെ പിന്നിൽ എത്ര വാഹനങ്ങൾ പ്രവർത്തിക്കണം, എത്ര ആളുകളുടെ ഊർജം വേണം, എത്ര രൂപ ചിലവാകണം, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ വേണം. എന്നാൽ ബിരിയാണി ആവുമോ? പിന്നെ അത് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരണം, അപ്പോഴും ബിരിയാണി ആവില്ല. അത് പിന്നെ കഴുകണം, അത് പിന്നെ തീ വേണം, പിന്നെ അതിനുള്ള പാത്രം വേണം, വെള്ളം വേണം, അതിനകത്തിട്ട് അത് വേവിച്ചെടുത്താൽ ബിരിയാണി ആവുമോ? കോഴി വേണ്ടേ? കോഴിയെ മുട്ട വെച്ച് വിരിക്കണം, പിന്നെ അത് കുഞ്ഞാവണം, പിന്നെ അത് വളരണം, നമ്മുടെ കടകളിലെത്തണം, പോയി വാങ്ങണം, എന്നാലും ബിരിയാണി ആവില്ല. ഒരു ബിരിയാണി ഭൂമിയിൽ ഉണ്ടാക്കണമെങ്കിൽ പെടുന്ന കഷ്ടപ്പാട് ആലോചിച്ച് നോക്ക്. പക്ഷെ സ്വർഗ്ഗലോകത്താണെങ്കിലോ, അള്ളാഹു സുബ്ഹാനഹു തആല ആ സ്വർഗനിവാസി എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പം കിട്ടുകയാണ്. അപ്പോൾ ആ സ്വർഗലോകത്ത് നിന്നും കുറച്ചുകൂടെ ടഫായിട്ടുള്ള, കുറച്ചുകൂടെ പ്രയാസമുള്ള ലോകത്തേക്ക് ആദം നബി അയക്കുക. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഉണ്ടോ? അള്ളാഹുവിൻ്റെ തന്ത്രം എന്താണ്? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം വഹിച്ചിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലെത്തണം. അതിന് അള്ളാഹു വെച്ചൊരു തന്ത്രം മാത്രമാണ്. അല്ല ആദം നബിയുള്ള ദേഷ്യം കൊണ്ടോ, അല്ല ആദം നബിയുള്ള ഒരു പരീക്ഷണം കൊണ്ടോ, അല്ല ആദം നബി അള്ളാഹുവിനെതിരായിട്ട് ചെയ്തതോ ഒന്നുമല്ല. അതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം വഹിച്ചിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലെത്തണം. ചുരുക്കി പറഞ്ഞാൽ രണ്ടാളിനെയും അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുകയാണ്. കൈ കിട്ടാവുന്നതൊക്കെ പിടിച്ചു, ഒക്കുന്നതൊക്കെ എടുത്തു, രണ്ടാളും പാരച്യൂട്ടിൽ വരുന്നത് പോലെ ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പ് കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ സിലോണിലെ ആദം മലയിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ഇന്ന് നമുക്കറിയാമല്ലോ ആദം മല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലുകുത്തിയ സ്ഥലമ. ഉമ്മയാകുന്ന ഹവ്വാ റളിയല്ലാഹു അൻഹ സഊദി അറേബ്യയിലെ കടൽ തീരത്ത് ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നതുകൊണ്ടാണ് അവിടെ ആദം മല എന്നും ഉമ്മാമ എന്നർത്ഥം വരുന്ന ജദ്ദത്ത്, ഉമ്മാമ എന്നർത്ഥം വരുന്ന നമ്മുടെ ഉമ്മാമയാകുന്ന ഹവ്വാ റളിയല്ലാഹു തആല അൻഹ ആദ്യമായി വന്ന് അവിടെ കാലുകുത്തിയ സ്ഥലമായതുകൊണ്ട് അതിന് ജദ്ദ, പിന്നെ അത് പറഞ്ഞ് ഗദ്ദയും ജിദ്ദയും ഒക്കെ ആയി മാറിയതാണ്. അപ്പോൾ ലോകത്താദ്യമായി മനുഷ്യൻ വന്നത് പൗരാണിക ഇന്ത്യയിലാണ്. ഇന്ത്യ പാരമ്പര്യമായി മനുഷ്യവാസമുള്ള സ്ഥലമാണ്. ആദ്യമായിട്ട് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു തആല ഇന്ത്യക്ക് ഇത്ര സൗന്ദര്യം, സന്തോഷവും സമാധാനവും സൗന്ദര്യം അള്ളാഹു നിലനിർത്തിയിരിക്കുന്നതിന് ഒരു കാരണം അതുകൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ഇന്ത്യയിലൂടെ
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പല തവണ നടന്നിട്ട് സഊദിയിലെ വിശുദ്ധമായ കഅബാലയത്തിൽ പോയിട്ടുണ്ട്. കഅബാലയം മലക്കുകളല്ലേ ആദ്യമായി പണിഞ്ഞത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. അള്ളാഹു പറഞ്ഞില്ലേ, മനുഷ്യനിക്ക്, മുത്തനബിയുടെ ഉമ്മത്തിനെന്നല്ല, മനുഷ്യനിക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു ഭൂമിയിൽ ആദ്യമായി പടച്ച ഗേഹം പുന്നാര കഅബയാണ്, പരിശുദ്ധമായ കഅബയാണ്. അള്ളാഹു കൺകുളിർക്ക പല തവണ കാണാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പരിശുദ്ധമായ കഅബയിൽ സംസാരിക്കാനാണ്. ഹവ്വാ ഹൃദയം സംസാരിക്കാൻ അറിയാം, പക്ഷെ ആരോട് സംസാരിക്കാനാണ്? ഭൂമി ലോകത്ത് രണ്ടേ രണ്ട് മനുഷ്യർ മാത്രം, അതിന് ലോകത്തിൻ്റെ രണ്ട് അറ്റങ്ങളിലായിട്ട് 40 വർഷം ചരിത്രം പറയുന്നുണ്ട്. 40 വർഷക്കാലം പരസ്പരം കാണാതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശവും വഹിച്ചിട്ട് 40ഓളം വർഷം പരസ്പരം കാണാതെ തൗബ ചെയ്ത് നടന്നു എന്നാണ്. കരഞ്ഞൊരുപാട്, അവിടുത്തെ കണ്ണുനീര് ഒരുപാട് വീണു, ഒരുപാട് കരഞ്ഞ് തൗബ ചെയ്തു. 40-ാമത്തെ, ഞാൻ വളരെ വളരെ ചുരുക്കി പറയുക, 40-ാമത്തെ കൊല്ലം പരിശുദ്ധമായ കഅബാലയത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലതവണ എത്തിയിട്ടുണ്ട്. 40-ാമത്തെ വർഷം ചരിത്രം പറയുന്നു, 40-ാമത്തെ വർഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയത്തിലെത്തി. ആ പുന്നാര കഅബ പിടിച്ച് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് കേണപേക്ഷിച്ച എൻ്റെ ഹബീബ്, എൻ്റെ പരമ്പരയിൽ വരുന്ന എന്നെപ്പോലും പടയ്ക്കാൻ കാരണക്കാരനായ നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ പേര് ആദം നബിക്ക് ഒരുപാട് പരിചയമാണല്ലോ. ആദം നബിക്ക് ഒരുപാട് പരിചയമാണ്. കാരണം സ്വർഗ്ഗലോകത്ത് വെച്ച് ഹവ്വാ റളിയല്ലാഹു തന്നെ വിവാഹം കഴിക്കാൻ, വിവാഹ മൂല്യമായി മഹറായി കൊടുക്കാൻ അള്ളാഹു പറഞ്ഞത് സ്വർഗത്തേക്കാൾ വരെയുള്ള സാധനം. ആദം നബി പറഞ്ഞ് സ്വർഗം കൊടുക്കാൻ പോരാ, അതിലും വരെയുള്ളത് അത് മുത്തുനബിയുടെ പേരുള്ള, മുത്തുനബി സ്വലാസമാ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണല്ലോ. അതൊക്കെ ചരിത്രം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടന്നതും നമുക്ക് അതിന് പറ്റുന്ന സന്ദർഭം അല്ലാത്തത് കൊണ്ടുമാണ്. ആ അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പേ പരിചയമുണ്ട് മുത്തുനബിയെ. ആ മുത്തുനബിയുടെ പവിത്രത മനസ്സിലാക്കി, ആ മുത്തുനബിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി, ആ മുത്തുനബിയുടെ സ്ഥാനം മനസ്സിലാക്കി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുന്നാര കഅബാലയം പിടിച്ചിട്ട് യജമാനനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാ, ആ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രത കൊണ്ട്, അവിടുത്തെ ഫദ്ല് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് ഒരു സലാമത്ത് തരണേ അല്ലാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കുകയാണ്. ഈ തവസ്സുൽ ഇസ്തിഗാസ ഇന്നും ഇന്നലെയുള്ള ഒന്നുമല്ല, മനുഷ്യനോളം പഴക്കമുണ്ട്. അല്ലാതെ പുത്തൻവാദികൾ പറയുന്നത് പോലെയല്ല, മനുഷ്യനോളം പഴക്കമുണ്ട്. അതല്ലേ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആ മൗലിദ് ഷരീഫിൽ എഴുതി വെച്ചില്ലേ, തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുൽ നടത്തി. അള്ളാഹുവിനോട് ദുആ ചെയ്തു, എൻ്റെ ഹബീബിൻ്റെ ആ നബിയുടെ ബറക്കത്ത് കൊണ്ടൊരു സലാമത്ത് തരണേ അല്ലാ. 40-ാമത്തെ കൊല്ലം പുന്നാര കഅബ പിടിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് കഅബയുടെ യജമാനനായ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഹബീബിൻ്റെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫദ്ല് കൊണ്ട് ഒരു സലാമത്ത് തരണേ അല്ലാ. പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, ആ കഅബ അത് കഴിഞ്ഞു ആദം നബി നടക്കുകയാണ്, തിരിച്ച് സിലോണിലേക്ക് നടക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപ്പാടിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. തിരിഞ്ഞു നടന്നു അല്പദൂരം എത്തുമ്പോ എന്തോ ഒരു രൂപം മഹാനായ ആദം, ചരിത്രം പറയുക, ആദം നബി കാണുകയാണ്. എന്തോ ഒരു രൂപം കാണുന്നു. കുറച്ചടുത്തേക്ക് വന്നപ്പോ എവിടെയോ കണ്ടു മറഞ്ഞൊരു രൂപം. 40 കൊല്ലം കഴിഞ്ഞില്ലേ, ആദം നബിയുടെ ഓർമ്മയിലേക്ക് പലതും കടന്നു വന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലതുപോലെ സൂക്ഷിച്ച് കുറച്ചുകൂടെ അടുത്ത് വന്നു. ഓടി വന്ന് നോക്കുമ്പോൾ 40 കൊല്ലം മുമ്പ് സ്വർഗലോകത്ത് നിന്ന് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹവ്വ അതാ അവിടെ നിൽക്കുകയാണ്. ഓടി വന്നു, പരസ്പരം കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരാളുമില്ലാതെ ഭൂമിയുടെ രണ്ടറ്റവും ജീവിച്ചു. 40 കൊല്ലങ്ങൾ കഴിഞ്ഞു. ആരോടും മിണ്ടാനില്ലാതെ, ആരോടും തിരക്കാനില്ലാതെ, ആരോടും ചോദിക്കാനില്ലാതെ രണ്ടുപേരും റബ്ബുൽ തവക്കുലാക്കി 40 കൊല്ലം. 40-ാമത്തെ കൊല്ലം പുന്നാര ഹബീബിനെ തവസ്സുലാക്കി റബ്ബിനോട് ദുആ ചെയ്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുമ്പോൾ കഅബയുടെ കുറച്ചകലെ വെച്ചിട്ട് ഹവ്വാ റളിയല്ലാഹുവിനെ കാണുന്നു. ആ കണ്ട രംഗം എൻ്റെ പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്ക്.
തമ്മിൽ കണ്ട 40 കൊല്ലം കഴിഞ്ഞിട്ട് ഭൂമിയിൽ വെറും രണ്ട് മനുഷ്യർ അവർ പരസ്പരം ആ സ്വർഗലോകത്ത് നിന്ന് പിരിഞ്ഞ് ഭൂമിയിൽ വെച്ച് പരസ്പരം 40 കൊല്ലത്തിന് ശേഷം തേടി 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 തൗബ ചെയ്ത് ദുആ ചെയ്ത് അവസാനം കണ്ടുമുട്ടുമ്പോൾ അവരുടെ കൽബിലുണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയുമോ? ചിന്തിക്കാൻ കഴിയുമോ? പരസ്പരം കണ്ടു, കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, മുത്തമർപ്പിച്ചു. അള്ളാഹു തആല അങ്ങ് തീരുമാനിച്ചു, ആ സ്ഥലത്തിന് പേരിട്ടു അറഫ. അറഫ കണ്ടറിഞ്ഞു എന്നാണ്. പരസ്പരം കണ്ടറിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ആര്? ഹവ്വ റളിയല്ലാഹു അൻഹായും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും 40 കൊല്ലങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടറിഞ്ഞ സ്ഥലമാണ് അറഫ. അള്ള തീരുമാനിച്ചു ആ സന്തോഷം, ആ ഒരു കൂടിക്കാഴ്ച, ആ ഒരു സമ്മേളനം അത് ഖിയാമം വരെ നിലനിൽക്കണം. ആ സ്മരണ റബ്ബ് തീരുമാനിച്ചു. അതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജു അൽ അറഫ. അൽ ഹജ്ജു അൽ അറഫ, ഹജ്ജിന്റെ മർമ്മ പ്രധാനമായ ഭാഗം അത് അറഫയിലെ സംഗമമാണ്. അത് ആരുടെ സംഗമം? അബുൽ ബഷറിന്റെ സംഗമം. ആ ഹവ്വ റളിയല്ലാഹു അൻഹുമ അവരുടെ സംഗമം. ആ സംഗമം ഒന്നാമത്തെ പ്രവാചകന അവിടെ വഹിച്ചത് മുത്തുനബിയുടെ പ്രകാശമാണ്. ആ കൂടി സമ്മേളനം, ആ കാഴ്ച, ആ കണ്ടുമുട്ടൽ, ആ സന്തോഷം പങ്കിടൽ, ആ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സ്മരണ അയവിറക്കുന്ന പരിശുദ്ധമായ അറഫ അത് ലോകത്തെന്നും തിളങ്ങി നിൽക്കണമെന്ന് റബ്ബങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് അറഫ മൈതാനം. അവിടെയാണ് ഇന്നും അവിടെ ഒരു തൂണുണ്ട്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത്, ചിലരൊക്കെ വിചാരിച്ചിരുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ വെച്ചിട്ട് വിദാഇൻ്റെ പ്രഭാഷണം നടത്തിയല്ലോ, അവസാന പ്രഭാഷണം, അതാണെന്ന്. അങ്ങനെയല്ല. ഞാൻ അന്വേഷിച്ച് എനിക്ക് മനസ്സിലായത്, ഹവ്വ റളിയല്ലാഹു അൻഹായും ആദം നബിയുടെ കണ്ടുമുട്ടിയ സ്ഥലം അതാണ്. ആ തൂണ് കൊടുത്ത് അടയാളപ്പെടുത്തി അവിടെ കുറേ പാറക്കൂട്ടങ്ങൾ, ഞാൻ പോകുന്ന സമയത്തൊക്കെ അങ്ങനെയാണ്, കുറേ പാറക്കൂട്ടങ്ങൾ. അവിടെ വെച്ചിട്ട് രണ്ടാളും പരസ്പരം കാണുന്നു, സന്തോഷം പങ്കിടുന്നു, ഒന്നായി ജീവിക്കുന്നു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു തആല അൻഹയും അർമീനിയൻ പർവ്വത നിരകളിൽ, ചരിത്രം പറയുന്നു, അർമീനിയൻ പർവ്വത നിരകളിൽ അവർ താമസിക്കുകയാണ്. ചുരുക്കത്തിൽ അവർ ഭൂമിയിലുള്ള ദാമ്പത്തിക ജീവിതത്തിൽ 120 തവണ ഹവ്വ റളിയല്ലാഹു അൻഹ പ്രസവിക്കുകയാണ്. അതിൽ ഓരോ പ്രസവവും ഇരട്ടകളായിരുന്നു. അങ്ങനെ 240 മക്കൾ അവർക്കുണ്ടായി. പിന്നീട് അങ്ങനെ അപ്പൊ ആള് കൂടി അവരുടെ മക്കൾ അങ്ങനെ ആള് കൂടിയപ്പോൾ പ്രബോധനത്തിന് ആളുകളെ ആവശ്യം വന്നു. ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണമല്ലോ, ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണം. അങ്ങനെ പ്രവാചകന്മാരെ അല്ലാഹു തആല അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മഹാനായ ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അയക്കുന്നത്. അങ്ങനെ നാളുകൾ കുറെ കഴിഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എത്തി. അപ്പോൾ ഓരോ പ്രവാചകന്മാർ വഴി പ്രകാശം ഇങ്ങനെ നീങ്ങുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിക്കലും അണയാത്ത പ്രകാശം ഓരോ പ്രവാചകന്മാർ വഴി നീങ്ങി മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എത്തി. ഞാൻ ചുരുക്കി പറഞ്ഞുകൂടെ ഓടിച്ചു പോവാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെത്തി. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ടല്ലോ, അസാസുൽ അംബിയ, അംബിയാക്കളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർ അവർക്ക് ഷിർക്കിനെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് തൗഹീദ് മാത്രം, ഷിർക്കിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു ജനങ്ങൾ ആരാധ്യനിലേക്ക് പോണ ഒരു അവസരം അതുവരെ ഉണ്ടായിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലാണ് ഷിർക്കിന്റെ തുടക്കം വരുന്നത്, ഷിർക്കിന്റെ കാലം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച 950 വർഷം പ്രബോധനം നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടുന്ന് മറ്റ് സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങുന്ന ഒരുപാട് രസകരമായ സംഭവം അവിടെ പറയാനുണ്ട്. എങ്ങനെയാണ് മറ്റുള്ള തീ ആരാധന തുടങ്ങുന്നതെന്നും കല്ലിനെ ആരാധന തുടങ്ങുന്നതൊക്കെ എന്ന് തുടങ്ങി വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ അവിടെ തുടങ്ങുന്നുണ്ട്. അതൊന്നും ഇപ്പൊ സമയവും സന്ദർഭവും അല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കള് സാമും ഹാമും. അങ്ങനെ മനുഷ്യർ അന്ന് ഈ 10 സെന്റ് 20 സെന്റ് 50 സെന്റ് അങ്ങനെയല്ലല്ലോ, വെള്ളമുള്ള ഭാഗം നോക്കി ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങി, വെള്ളമായി ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണല്ലോ സാമും ഹാമും. അങ്ങനെ കുറെ പേര് സാമിന്റെ കൂടെയും കുറച്ച് പേര് ഹാമിന്റെ കൂടെയും. അങ്ങനെ സാമിന്റെ സംസ്കാരം അതാണ് പിൽക്കാലത്ത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന
ഹാമിൻ്റെ ഹെമറ്റിക് സംസ്കാരവും സാമിൻ്റെ സെമറ്റിക് സംസ്കാരങ്ങളായി ലോകത്ത് അറിയപ്പെട്ടത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അങ്ങനെ വഹിച്ച് നൂഹ് നബിയിലൂടെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനൂടെ, അവിടുത്തെ നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ നമ്രൂദിൻ്റെ ആളുകൾ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് തീയിലേക്ക് എറിയുമ്പോഴും അള്ളാഹുവിൻ്റെ ഓർഡർ വന്നില്ലേ, കുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തൊടാൻ പാടില്ല, എൻ്റെ ഇബ്രാഹിമിനെ തൊടാൻ പാടില്ല. വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലേക്ക് ഇട്ടിട്ട് നമ്രൂദിൻ്റെ കിങ്കരന്മാർ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെല്ലുമ്പോൾ അവിടുന്ന് സുന്ദരമായിട്ട് തീക്കകത്തുണ്ട്, തൊട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു. കാരണം ഇബ്രാഹിം നബിയുടെ മുതുകിലുണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം അവിടുത്തെ മുതുകിലുണ്ട്. തീ തൊടൂല, വിഷമിപ്പിക്കൂല. അങ്ങനെ വിഷമിപ്പിക്കാൻ കഴിയൂലല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി നീങ്ങി, അങ്ങനെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ നീങ്ങി ഓരോ വാപ്പമാരിലൂടെ അവസാനം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിലെത്തുകയാണ്. അങ്ങനെ ആ പ്രകാശം മക്കയിലെ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹുവിനെത്തി. മുത്തലിബിൻ്റെ അടിമ. കാരണം ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പ, ഈ അബ്ദുൽ മുത്തലിബ് വളരെ സൂഫിയായ ഒരു മനുഷ്യനായിരുന്നു. വളരെ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്ന ഒരടിമയെ പോലെ, മുത്തലിബിൻ്റെ കൂടെ ഒരു അടിമയെ പോലെ നടന്നതുകൊണ്ട് ആളുകൾ മുത്തലിബിൻ്റെ അടിമ എന്ന് വെച്ചിട്ടാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വിളിച്ചത്. ആ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഈ അബ്ദുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ദൗത്യം എന്താണ്? സ്വർഗലോകത്ത് നിന്ന് തുടങ്ങിയ ആ പ്രകാശത്തിൻ്റെ പ്രയാണം അത് ഓരോ പ്രവാചകന്മാർ വഴി നീങ്ങി അവസാനം അബ്ദുല്ലാഹി റളിയല്ലാഹുവിൽ എത്തുമ്പോൾ ആ പ്രകാശം വഹിച്ചിട്ട് ആമിന റളിയല്ലാഹു അൻഹയിൽ എത്തിക്കുക. ഇതാണ് അബ്ദുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ദൗത്യം. അങ്ങനെ അല്ലാഹു തആല ഈ വർഷങ്ങളായി നടത്തിയ പ്രയാണം, ആ പ്രയാണത്തിൻ്റെ അവസാനം അബ്ദുല്ലാഹി റളിയല്ലാഹുവിന് എത്തുകയാണ്. ഈ പ്രകാശം അവിടെ എത്തിയപ്പോൾ, അബ്ദുൽ മുത്തലിബ് വഴി അവിടെ എത്തിയപ്പോൾ, ആ അബ്ദുല്ലാഹി റളിയല്ലാഹുവിന് എത്തുമ്പോൾ ഈ അബ്ദുല്ലാഹി തങ്ങൾ വലിയ വ്യത്യാസങ്ങൾ കാണുന്നു, വലിയ മാറ്റങ്ങളുണ്ടായി, വല്ലാത്തൊരാകർഷണം ഉണ്ടായി. ആ ഭാഗത്ത് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്ന രസകരമായ മറ്റൊരു സംഭവം, അന്നവിടെ ജമീല എന്ന് പറയുന്ന ഒരു പെണ്ണ് മക്കയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നല്ല ധനാഢ്യയാണ്, നല്ല സമ്പത്തുള്ളതാണ്. ആളുകളുടെ മുഖം നോക്കിയിട്ട് കാര്യം പറയുന്ന പെണ്ണാണ്. അങ്ങനൊരു കഴിവ് ആ ജമീലയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ജമീല പലതവണ അബ്ദുല്ലാഹി തങ്ങൾ പോന്ന കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത അബ്ദുല്ലാഹി തങ്ങൾ കാണുകയാണ്, വല്ലാത്തൊരു അടുപ്പം തോന്നുകയാണ്. അങ്ങനെ അവസാനം ഒരു ദിവസം ഈ അബ്ദുല്ലാഹി തങ്ങളെ കാണുമ്പോൾ വല്ലാത്ത ചിരിയാണ്, വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത സൽക്കാരമാണ്, വല്ലാത്ത ഉന്മേഷമാണ് ജമീലയ്ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ദിവസം അബ്ദുല്ലാഹി തങ്ങളെ വിളിച്ചിട്ട് ജമീല ചോദിച്ചു, അബ്ദുല്ല, നമ്മൾ വിവാഹം കഴിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കുകയല്ലേ, തയ്യാറല്ലേ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി തങ്ങൾ ഞെട്ടിപ്പോയി. വളരെ സമ്പന്നയായ പെണ്ണാണ്, ധനാഢ്യായ പെണ്ണാണ്, നാട്ടിൽ അറിയപ്പെടുന്ന പെണ്ണാണ്. വളരെ സന്തോഷത്തോടെ, വലിയ പ്രതീക്ഷയോടെ ഓടി വീട്ടിൽ ചെന്നു. വാപ്പയോട് പറഞ്ഞു, വാപ്പ, ജമീല ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിവാഹം കഴിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പം നമുക്കും വലിയ കുഴപ്പമില്ലല്ലോ. അബ്ദുല്ലാഹി തങ്ങൾ വിചാരിച്ച് നല്ല സമ്പത്തൊക്കെ ഉണ്ട്, അപ്പോൾ വിവാഹം കഴിച്ചു കൂടാം, റാഹത്തായി ജീവിക്കാം എന്നൊക്കെ കരുതി പോയി ചോദിച്ചതാ. അപ്പോഴാണ് വാപ്പ പറഞ്ഞത്, മോനിക്ക് ഞാനൊരു പെണ്ണിനെ ആലോചിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാപ്പയുടെ കൽബിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്, നല്ല പെണ്ണാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, എന്തോ ഒരു പ്രത്യേകത ആ പെണ്ണിലുണ്ട്. വാപ്പ ഏതായാലും വാക്ക് കൊടുത്തുപോയി. ആരാണ് വാപ്പ? അത് വഹബിൻ്റെ മകളുണ്ടല്ലോ, ആമിന റളിയല്ലാഹു അൻഹ. അങ്ങനെ ചുരുക്കത്തിൽ, ഞാൻ ഓടിച്ചു പോകണമെന്ന് പറഞ്ഞല്ലോ, ചുരുക്കത്തിൽ രണ്ടാളിൻ്റെ വിവാഹം കഴിഞ്ഞു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആമിന റളിയല്ലാഹു അൻഹായി വിവാഹം കഴിച്ചു. അവരുടെ പ്രഥമ രാത്രി കഴിഞ്ഞു, പ്രഥമ രാത്രി പങ്കിട്ടു. ദിവസങ്ങൾ 1, 2, 3 ഇങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം ഈ ജമീല ഒട്ട് അറിഞ്ഞിട്ടുമില്ല ഈ വിഷയം. അബ്ദുല്ലാഹി തങ്ങൾ ജമീല വീടിനരികിലൂടെ പോയി വരുമ്പോൾ ഈ മുമ്പ് കണ്ട ഒരു സ്നേഹം, മുമ്പ് കണ്ട ഒരു ആർജവം, ആ ഒരു വ്യഗ്രത, ഇതൊന്നും ജമീലയിൽ കാണുന്നില്ല. ആ ഒരു ആവേശം കാണുന്നില്ല, ആ ഒരു സ്വീകരണം കാണുന്നില്ല, ആ ഒരു ചിരി കാണുന്നില്ല. അവസാനം അബ്ദുല്ലാഹി തങ്ങൾ ചോദിച്ചല്ല ജമീല, മുമ്പ് ഞാൻ ഇതുവഴി വരുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു, എന്തോ ഒരു സൽക്കാരമായിരുന്നു, എന്തോ ഒരു ആനന്ദമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു, ഇതൊന്നും ഇപ്പം നിനക്കില്ലല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ ജമീല എന്ന് പറഞ്ഞ ടൈമായിപ്പോയി, ഞാൻ തൽഹത്തിനോട് പറഞ്ഞു ലേറ്റായിട്ടേ പറ്റുള്ളൂ എന്ന്.
അപ്പം ഞാനങ്ങ് തുടങ്ങി, നമ്മൾ എങ്ങും എത്താൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത ഇനിയുള്ള ബാക്കിയുള്ള രംഗങ്ങൾ വളരെ രസകരമായ, വളരെ ആനന്ദകരമായ രംഗങ്ങളാണ്. മുത്തുനബി വളരുന്നതും ഹലീമ റളിയല്ലാഹു തആല മുത്തുനബി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട്. ആ നബിത്തങ്ങളെ കൊണ്ട് പോണ രംഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് രണ്ടാമത്തെ വയസ്സാവുമ്പോഴേക്കും തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ഹലീമ റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ടാകുന്ന വല്ലാത്ത ദുഃഖത്തിന്റെ സമയങ്ങളുണ്ട്. അവിടുന്ന് തിരിച്ചു പോകുന്നതും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പയെ ചോദിക്കുന്നതും വാപ്പയുടെ ഖബർ സിയാറത്തിന് പോണതും അവിടെ വെച്ചിട്ട് ഉമ്മ വഫാത്താകുന്ന, ഇങ്ങനെ വളരെ റാഹത്ത്, വളരെ വിപുലമായ സംഭവങ്ങൾ, നമുക്ക് മനസ്സിന് വല്ലാത്ത ഹുബ്ബ് മുത്തുനബിയോട് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ വളരെ വിശദമായി പറയാനുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയണം എന്ന ആഗ്രഹമുണ്ട്. നമുക്കതിന് ശ്രമിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. എങ്ങും എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് ഓടി വന്നതാണ്, എങ്ങും തൊടാതെ. ഞാൻ തൊട്ട് 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 വളരെ വിശദമാക്കാതെ, വിശാലമാക്കാതെ തൊട്ട് തൊട്ട് പോരുന്നതാണ്. എന്നിട്ട് പോലും നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ടൈമായി. കേൾക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് മുത്ത് നബി, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയോട് അടുത്ത സമയത്ത് ഭൂമിയിലേക്ക് മനുഷ്യനായി ഭൂജാതനായി, സ്വർഗലോകത്ത് നിന്ന് തുടങ്ങിയ പ്രയാണം പ്രകാശത്തിൻ്റെ ഓരോ പ്രവാചകന്മാർ വഴി ശുദ്ധിയായ, തഹൂറായ, വളരെ റാഹത്തായ മുതുകിലൂടെ നീങ്ങി നീങ്ങി അബ്ദുല്ലാഹി തങ്ങളിലൂടെ ആമിന റളിയല്ലാഹു അൻഹയിലെത്തി. അവിടുന്ന് ഒരു പൊന്നു മോനായി, ഒരു കുഞ്ഞു മോനായി, ലോകത്തിന് മുഴുവനും അനുഗ്രഹിയായി, വർണ്ണിക്കാൻ കഴിയാത്ത വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയായി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ കരളിൻ്റെ രാജാവ്, മദീനയുടെ ലോകത്തിൻ്റെ നേതാവ് മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്താൽ പിന്നെന്ത് സംഭവം നടന്നു എന്നും എങ്ങനെ എവിടം വരെ എത്തിയെന്നും പറഞ്ഞു തീർക്കാനൊന്നും കഴിയൂല. അത് ആരെക്കൊണ്ടും പറ്റൂല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കാൻ വേണ്ടി, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് നിർത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. തുടർന്ന് ഇൻഷാ അല്ലാഹ് അവസരം കിട്ടിയാൽ നമുക്ക് തുടർന്ന് ബാക്കി എന്നെക്കൊണ്ട് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല കാമിലും ആജിലുമായ ശിഫാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫദ്ല് കൊണ്ട്, അവിടുത്തെ മദ്ഹിൻ്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട തൽഹത്തിനെ നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. അപ്പോൾ തൽഹത്തിൻ്റെ ഉമ്മ, പ്രിയപ്പെട്ട സാധുവായ ഉമ്മ, പെട്ടെന്നുള്ളൊരു ഓർക്കാപ്പുറത്തുള്ളൊരു വേർപിരിയലായിപ്പോയി. അള്ളാഹു ആ മഹദിയിലേക്ക് ആ മകൻ ദീനിനു വേണ്ടി ചെയ്യുന്ന ഓരോ ഹിദ്മത്തുകൾക്കും ലക്ഷക്കണക്കിനായിട്ട് പ്രതിഫലമാക്കി ആ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വാപ്പയ്ക്ക് സുഖമില്ലാന്ന് അറിയിച്ചു. അള്ളാഹു കാമിലായ ശിഫ കൊടുക്കട്ടെ. ആജിലായ ശിഫയും സിഹത്തും ആഫിയത്തും കൊടുത്ത് ആ തണൽ ദീർഘകാലം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പലരും മൺമറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على رسولك سيدنا ونبينا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ കരുണയുള്ള യജമാനനായ അള്ളാഹ്, ഞങ്ങൾ ഇത്ര സമയം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ സമയങ്ങളും അവിടുത്തെ പ്രകാശത്തിൻ്റെ പ്രയാണവും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഒക്കെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആക്കണേ റഹ്മാനെ. ആത്മീയമായ ഉയർച്ചയ്ക്കും ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ് ഞങ്ങളുടെ ഖൽബിൽ ദൃഢമൂലമായി ഒരുപാട് വർദ്ധിക്കാനും നീ ഇതൊരു കാരണമാക്കി തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തുനബിയെ പറ്റി ഒരുപാട് പഠിക്കാനും പറയാനും ഒരുപാട് അറിവുകൾ അവിടുത്തെ പറ്റി ലഭിക്കാനും അത് ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റത്തിന് കാരണമാക്കാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദ്ഹിൻ്റെ ഫദ്ല് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ റാഹത്തും ഐക്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ആത്മീയ അന്തരീക്ഷവും നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കൂട്ടുകുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നിലനിർത്തണേ റഹ്മാനെ. മക്കളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, കാലഘട്ടം വല്ലാത്ത വിഷമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരാൾക്കും ഒരാളെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് റബ്ബെ പോകുന്നത്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്.
അവരെ കൊണ്ട് ഇരു ലോകത്തും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി നിന്റെ പുന്നാര ഖുർആൻ പറഞ്ഞതുപോലെ ഖുർറത്ത് ഐനായ മക്കളാക്കി നൽകണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിലും അവരുടെ ബുദ്ധിയിലും ഒക്കെ നീ അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ അറിവിലും അവരുടെ ചിന്താമണ്ഡലങ്ങളിലും ഒക്കെ നീ വലിയ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നല്ല ഓർമ്മശക്തിയും കൂർമ്മ ബുദ്ധിയും നൽകണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഴത്തിലായി നിലനിർത്തി അദീമായ റബ്ബെ ആ തണല് ദീർഘകാലം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, സിഹത്ത് കൊടുക്കണേ അല്ലാ. പല വിഷമങ്ങളും അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട് റബ്ബെ. ഞങ്ങളെ പ്രസവിച്ച് ഞങ്ങളെ പോറ്റി വളർത്തിയവരാണ് റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ണാതെ ഞങ്ങൾ ഊട്ടിച്ചവരാണ് റബ്ബെ. ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ ഞങ്ങൾ ഉറക്കിയവരാണ് റബ്ബെ. അള്ളാഹുവരുടെ പൊരുത്തമുള്ള മക്കളാക്കി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പുന്നാര സാധുവായ എൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിലുള്ള പലരുടെയും മാതാപിതാക്കൾ ആരുടെയും മണ്ണിലാണ്. പ്രിയപ്പെട്ട ത്വൽഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉൾപ്പെടെ സകലിലേക്കും എൻ്റെ സവാബ് നീ എത്തിക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഇത്രയും സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത കാരണം ഇതിൻ്റെ സവാബ് ആ ഖബറുകളിലേക്ക് നീ എത്തിച്ച് പകരമായി ആ ഖബറുകളിൽ നിന്നും പുന്നാരം മദീനയിലേക്ക് ഒരു കവാടം നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ആ കവാടത്തിലൂടെ ഇഷ്കിൻ്റെ അനുരാഗത്തിൻ്റെ മന്ദമാരുതൻ അടിച്ചു വീശുന്ന ഖബറാക്കി സലാത്തിൻ്റെ പരിമണം പരത്തുന്ന ഖബറാക്കി നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഈ ചർച്ച ചെയ്തതും കേൾക്കുന്നതും ഒക്കെ വലിയ അമലാക്കി നാളെ മീസാനിൽ വലിയ ഭാരമുള്ള ഘനമുള്ള അമലാക്കി ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. മുത്ത് നബിയോടുള്ള ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ ഏറ്റിത്തരണേ റബ്ബേ. അള്ളാഹു ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാത്ത ഇരിസുൽ ഹയ്യത്ത് ഇലാ ജുഹരിഹ. പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈമാനുള്ളവൻ്റെ കൽബ് എപ്പോഴും മദീനയിലേക്ക് മടങ്ങും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെയുള്ള കൽബ് ഞങ്ങളുടെ കൽബിന് എപ്പോഴും മദീനയുമായി ബന്ധം നൽകണേ അല്ലാ. പുന്നാര മദീനയിൽ പലതവണ എത്താനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖദ്റാ അള്ളാഹുവെ അത് കൺകുളിർക്കെ കാണാനും കൽബിൻ്റെ ദാഹമടങ്ങുവോളം അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് പല തവണ നീ അവസരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിനൊക്കെ ഈ ഹുബ്ബും ഈ ഒന്നിച്ചുകൂടലൊക്കെ ഒരു കാരണമാക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ മൺമറ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ ഇഷ്ടജനങ്ങൾ ബന്ധുമിത്രാദികൾ സഹായിച്ചവർ സഹകരിച്ചവർ ഭക്ഷണം തന്നവർ സകലിലേക്കും എൻ്റെ സവാബ് നീ എത്തിക്കണേ അള്ളാ. അവർക്കും നീ സമ്പൂർണ്ണ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹു എനിക്ക് മുമ്പ് സംസാരിച്ച ഉസ്താദുമാരുണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നാഫിയായ ഇൽമു നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തന്ന ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇനിയും ഒരുപാട് ഇൽമു പഠിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹുവെ മരണം വരെ ദീനിൻ്റെ ഖിദ്മത്തിലാക്കി ഞങ്ങളെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അള്ളാഹു ഒരുപാട് ഇൽമു പഠിക്കാനുള്ള അവസരം നൽകണേ തമ്പുരാനെ. അള്ളാഹു ദീനിൻ്റെ ഖാദിമീങ്ങളാക്കി ഞങ്ങളെ നീ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് ഐക്യവും സ്നേഹവും സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. നാനത്വത്തിൽ ഏകത്വമായി എല്ലാ മതവിഭാഗക്കാരും സന്തോഷത്തോടെ ഐക്യത്തോടെ വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ കഴിയുന്ന അന്തരീക്ഷം റബ്ബേ ഞങ്ങളുടെ രാജ്യത്ത് നീ നിലനിർത്തി തരണേ റഹ്മാനെ. അതിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തിത്തരണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ അള്ളാ. സാധുവായ ഞാൻ നടത്തുന്ന ഹിഫ്ദുൽ ഖുർആൻ്റെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം അള്ളാഹുവെ അതിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട് റബ്ബേ. അവർക്കൊക്കെ ആ മക്കളുടെ ദുആയിൽ നീ ഹദ് നൽകി ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണേ റഹ്മാനെ. ഒരു ഹാഫിളിനെ അല്ലെങ്കിൽ ഒരു ഹാഫിളത്തിനെ കൊണ്ട് നാളെ ആഖിറം രക്ഷപ്പെടുമ്പോൾ അള്ളാഹുവെ ആ മക്കളെ കൊണ്ട് ഞങ്ങൾക്കും രക്ഷപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിനുവേണ്ടി സഹകരിക്കുന്ന ഒരു വാക്കുകൊണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനോട് സഹായിക്കുന്ന സുമനസ്സുകളുണ്ടെങ്കിൽ റബ്ബേ അവർക്കൊക്കെ വലിയ പ്രതിഫലവും ഖൈറായ ജീവിതവും ഇരു ലോകത്തും നീ നൽകണേ അല്ലാ. മുത്തുനബിയുടെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉസ്താദ് ആലിമീങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും തിരുത്താനുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വ്യക്തിപരമായി അറിയിക്കണമെന്നോട് അപേക്ഷ കൂടിയുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് എൻ്റെ മാതാപിതാക്കൾ രണ്ടാളും മരണപ്പെട്ടു പോയി. 3 ആമക്കളുണ്ട്. അവർ ഇൽമിൻ്റെ വഴിയിലാണ്. പിന്നെ അൽഹംദുലില്ലാ ചെറിയൊരു സ്ഥാപനം കുറച്ച് പെൺകുട്ടികൾ ഇവിടെ പഠിച്ച് ഹിഫ്ള് പഠിച്ച് വരുന്നുണ്ട്. അവർ ആത്മീയതയും എല്ലാവിടെ സ്കൂൾ പഠനം എല്ലായിട്ടും നടത്തി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിജയത്തിന് ഖൈറിന് വേണ്ടിയിട്ടൊക്കെയുള്ള ദ്വാരക്ക
എൻ്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാതാപിതാക്കൾ സാധുക്കളായിരുന്നു, വലിയ ആലിമ്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ എല്ലാ ദുആയിലും ആ പാവങ്ങൾ ഉൾപ്പെടുത്തുക. രണ്ടാളും 6 അടി മണ്ണിലാണ്. അവരുടെ ഒരു ത്യാഗത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇത്രയെങ്കിലും മുത്തുനബിയെ പറ്റി ഞാൻ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ത്വൽഹത്ത് പലവക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് ഒരു 10, 18, 20 വർഷം മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അന്നൊക്കെ അവിടെ കുറേ നല്ല മക്കളുണ്ടായിരുന്നു. അവന്മാരൊക്കെ നല്ല റാഹത്തായിട്ട് നമ്മുടെ കൂടെ ഏത് കാര്യത്തിനും കൂടെ നിന്ന മക്കളാണ്. ഇന്നും ആ സ്നേഹം അൽഹംദുലില്ലാ അവന്മാർ നിലനിർത്തുന്നുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ വലിയ ഖൈർ കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ. അവരൊന്നും മറക്കാൻ കഴിയൂല. അപ്പം എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഒന്നുകൂടെ വസിയത്ത് ചെയ്ത് അള്ളാഹ് തൗഫീക്ക് ചെയ്താൽ നമ്മുടെ അറിവിൻ്റെ പരിധിയിൽ വെച്ച് ബാക്കി എന്തെങ്കിലുമൊക്കെ മുത്തുനബിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. അവസരം ഉണ്ടെങ്കിൽ അള്ളാഹുവിന് തൗഫീക്ക് നൽകട്ടെ. ഉസീക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കണ്ടിരുന്നു അബ്ദുള്ള, അതെനിക്ക് സ്വന്തമാവണം, അതെൻ്റെതാകണം, എൻ്റെ ഉള്ളിലേക്ക് എത്തണം. ആ ഒരാഗ്രഹം കൊണ്ട് ഞാൻ നിന്നെ മോഹിച്ചു പോയതാ, ആഗ്രഹിച്ചു പോയതാ, അത് വെച്ചിട്ട് പറഞ്ഞു പോയതാ. നിന്നെ വിവാഹം കഴിക്കുമ്പോൾ നിന്നിലൂടെ ആ പ്രകാശം എന്നിലേക്ക് എത്തുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇപ്പോൾ നിന്റെ നെറ്റിത്തടത്തിൽ ആ പ്രകാശം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അബ്ദുള്ളയ്ക്ക് പോകാം. എവിടെ പോയ പ്രകാശം? ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ. ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണായ അള്ളാഹു തെരഞ്ഞെടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തിൻ്റെ പ്രയാണം അവസാനം ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത അതുല്യമായ ഗർഭപാത്രത്തിൻ്റെ ഉടമ മഹദിയായ ബീബി ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് അബ്ദുല്ലാഹി തങ്ങളിൽ നിന്നും ആ പ്രകാശം എത്തുകയാണ്. അബ്ദുല്ലാഹി തങ്ങളുടെ നെറ്റിത്തടത്തിലെ നുബുവത്തിൻ്റെ പ്രകാശം മാഞ്ഞു. അത് ആമിന റളിയല്ലാഹു അൻഹയിലേക്ക് എത്തി. ഇനി അബ്ദുല്ലാഹിക്ക് പോകാം സ്വർഗ്ഗലോകത്തേക്ക്. കാരണം ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന റളിയല്ലാഹു അൻഹാന്റെ ഗർഭാശയത്തിൽ ഗർഭപാത്രത്തിൽ വളരുകയാണ്. മാസം 1, 2, 3, 4 കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അബ്ദുല്ലാഹി തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു. അബ്ദുല്ലാഹി തങ്ങൾ യാത്രയായി സ്വർഗ്ഗലോകത്തേക്ക്. എന്നിട്ട് ആമിന റളിയല്ലാഹു അൻഹ ഗർഭിണിയാവുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മകനത് ഗർഭം ധരിച്ചു, പക്ഷേ ഒരു ദിവസം പോലും ഇത് പ്രകാശമാണ്, അതിനി മനുഷ്യ കോലത്തിൽ ഭൂമിയിലേക്ക് വരണം. അതിന് അല്ലാഹു തആല വളർത്തുകയാണ്. ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു. ആമിന റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത ആനന്ദം, വല്ലാത്ത സന്തോഷം. ആരുടെയൊക്കെയോ സന്ദർശനങ്ങൾ, എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുന്നു. മാസങ്ങൾ കുറേ കഴിഞ്ഞു. 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു. 10ാമത്തെ മാസം എത്തുമ്പോൾ, പുന്നാര റബീഉൽ അവ്വൽ അടുത്ത് വരുമ്പോൾ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടാകുന്നു, വല്ലാത്ത സന്തോഷമുണ്ടാകുന്നു. ആരൊക്കെയോ റൂമിലേക്ക് വരുന്നു, എന്തൊക്കെയോ സന്തോഷങ്ങളൊക്കെ പങ്കിടുന്നു, വല്ലാത്തൊരു പുളകിതമാകുന്നു. അങ്ങനെ വിശുദ്ധമായ റബീഉൽ അവ്വൽ ആയപ്പോൾ തിരുപ്പിറവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുന്നാര റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിയോടടുക്കുന്ന സമയം വല്ലാത്ത രംഗമാണ്. ഭൂമി കാത്തു നിൽക്കുന്നു, ആകാശം കാത്തു നിൽക്കുന്നു, ലോകമൊന്നടങ്കം. കാരണം മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ പരിചയപ്പെടുത്തിയൊരു നാമം. മുമ്പ് 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രബോധന രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോൾ അവിടെയൊക്കെ വായിൽ നിന്ന് വീണ വാക്ക്, 4 കിതാബുകൾ അള്ളാഹു നൽകി. ആ 4 കിതാബിലും പരാമർശിച്ച വ്യക്തിത്വം ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം പറയുന്നുണ്ട്. തുബ്ബഇ എന്ന് പറയുന്ന രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നു. അന്നുണ്ടായിരുന്ന ആളുകൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, തുബ്ബഇ അരുത്, മദീന ആക്രമിക്കരുത്. ഇവിടെ ഒരു പ്രവാചകൻ വരാനുള്ളതാണ്, ഇവിടെ ഒരു പ്രകാശം രൂപം കൊള്ളാനുള്ളതാണ്, ഇവിടെ ലോകത്തിൻ്റെ നായകൻ വരേണ്ട മണ്ണാണ്, ഇവിടെ ലോകത്തിൻ്റെ നായകൻ ജീവിക്കേണ്ട സ്ഥലമാണ്, അതുകൊണ്ട് അരുത്. അന്ന് തുബ്ബഇ ചോദിച്ചു, അത് എപ്പോഴാ വരിക? തുബ്ബ ആഗ്രഹിച്ചു. അന്നൊരു വലിയ വീട് നിർമ്മിക്കുകയാണ്. താക്കോൽ അവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ കാലശേഷം എങ്ങാണം വന്നാൽ എൻ്റെ സമ്മാനമായി നൽകണം. അങ്ങനെ അവരവരുടെ മക്കൾ വഴി ലോകം മുഴുവനും കാത്തിരിക്കുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. കാരണം അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകത്തിന് മുഴുവനും അനുഗ്രഹിയാണ്. ലോകം കാത്തിരിക്കുന്നു ആ പ്രവാചകനെ കാണാൻ.
അതുകൊണ്ടാണ് അള്ളാഹു താല അവസാനമായിട്ട് അയക്കുന്നത്. അതിനു മുമ്പ് വന്ന പ്രവാചകന്മാർ മുഴുവനും പരിചയപ്പെടുത്തണം. ആ പരിചയപ്പെടുത്തുന്ന ആളിന് വേണ്ടി ലോകം കാത്തിരിക്കണം. മണ്ണും വിണ്ണും കാത്തിരിക്കണം. വൃക്ഷലതാദികൾ കാത്തിരിക്കണം. സർവ്വതും അള്ളാഹുവിൻ്റെ പടപ്പുകൾ മുഴുവനും ആ മുത്തുനബിയെ ഒന്ന് കാണാൻ, അവിടുത്തെ സാമീപ്യം ഒന്ന് കരസ്ഥമാക്കാൻ, അവിടുത്തെ ഉപദേശങ്ങളൊന്ന് ലഭിക്കാൻ, അവിടുത്തെ ഒന്ന് അനുയായികളാകാൻ ലോകം മുഴുവനും കാത്തിരിക്കുകയാണ്. പുന്നാര റബീഉൽ അവ്വൽ 12ലേക്ക് അടുക്കുമ്പോൾ പല അത്ഭുതങ്ങളും, പേർഷ്യക്കാർ വർഷങ്ങളായി ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡാരം പൊലിഞ്ഞു പോകുന്നു, സാവാ തടാകം വറ്റിപ്പോകുന്നു, കിസ്റ കൈസറുടെ കൊട്ടാരം, കിടുകിട ലോകത്തെ വിറപ്പിച്ച കിസ്റ കൈസറിൻ്റെ കൊട്ടാരം അത് നിലം പൊത്തി വീഴുന്നു. ഇങ്ങനെ അക്രമങ്ങൾക്ക്, അനീതികൾക്ക്, നീചത്തരങ്ങൾക്ക്, ഒക്കെ നാന്ദി കുറിക്കാൻ വേണ്ടി അക്രമത്തിലായിരുന്ന ജനങ്ങളെ, അനീതിയിലായിരുന്ന ജനങ്ങളെ, വേണ്ടാവൃത്തിയിലായിരുന്ന ജനങ്ങളെ, വെറും മണ്ണിനും അല്ല പെണ്ണിനും മദ്യത്തിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന കാട്ടറബികളായ ആളുകളെ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഡാർക്ക് ഏജ് ഇരുണ്ട യുഗം എന്ന് ലോകം പഠിപ്പിച്ചിരുന്ന ആ യുഗത്തിലേക്ക് ആളുകൾ കൂപ്പുകുത്തിയപ്പോൾ വെറും അക്രമം മാത്രം ലോകത്ത് നടക്കുമ്പോൾ അവിടെ ജനങ്ങളെ സംസ്കരിച്ചെടുത്ത് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൽപാന്താവിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടി ആ മുത്തുനബി കടന്നു വരുന്ന നിമിഷം മക്ക പുളകിതമാവുകയാണ്. ആമിന റളിയല്ലാഹു തആല പറയുന്നു, എനിക്ക് വല്ലാത്ത സന്തോഷം, എന്തൊക്കെയോ സന്തോഷം അനുഭവപ്പെടുന്നു. എൻ്റെ റൂമിലേക്ക് ആരൊക്കെയോ സന്ദർശിക്കുന്നു, എന്നോട് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ പറയുന്നു. ആസിയ റളിയല്ലാഹു അൻഹ, അതുപോലെ മറിയം റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ കടന്നു വരുന്നു. അവരൊക്കെ സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നു. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയോടടുക്കുന്ന സമയത്ത് അതാ ലോകത്ത് വെള്ളി വെളിച്ചം പ്രഭ പരത്തിക്കൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പൊന്നുമോൻ, ആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭുജാതനാവുകയാണ്. ലോകം കൊണ്ട അത്യുന്നതമായ നിമിഷം, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ, അള്ളാഹു പടച്ച ദിവസങ്ങളിൽ, സമയങ്ങളിൽ ഏറ്റവും മഹോന്നതമായ സമയം, ആദരവായ മുത്തുനബി ജനിക്കുന്ന സമയം, ലോകത്തിന് പ്രഭ പരത്തുന്ന സമയം, മണ്ണും വിണ്ണും ഒന്നേപോലെ കാത്തിരിക്കുന്ന സമയം. പക്ഷേ ആമിന റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്കൊരു പ്രസവത്തിൻ്റെ വേദന അനുഭവപ്പെട്ടില്ല, ഒരു വിഷമം അനുഭവപ്പെട്ടില്ല. എൻ്റെ പൊന്നുമോൻ ജനിച്ചു. അതാ ജനിച്ചൊരല്പസമയത്തേക്ക് വലം അറഹു, അവന് ഞാൻ കാണുന്നില്ല, എൻ്റെ മോനെ കാണാനില്ല. ആമിന റളിയല്ലാഹു തആല ബേജാറാവുകയാണ്. എവിടെ എൻ്റെ കുട്ടി? ലോകം കാത്തിരുന്ന കുട്ടി, ലോകം ആദരിച്ച കുട്ടി, ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ കുട്ടി, ലൗഹും ഖുർസും സ്വർഗവും മനുഷ്യന് സകലതും പടയ്ക്കാൻ കാരണക്കാരനായ റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹു തന്ന എൻ്റെ പൊന്നുമോൻ എവിടെ പോയെന്നറിയില്ല, ഒരല്പനേരത്തേക്ക് കാണുന്നില്ല, എവിടെ പോയി? ലോകം മുഴുവനും എത്തി ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ലോകം കാത്തിരിക്കുകയാണ്, ലോകം കാത്തിരിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ വന്ന സകല പ്രവാചകന്മാരും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകലരും കാത്തിരുന്നു. വൃക്ഷലതാദികളും ഇഴജന്തുക്കൾ ഉൾപ്പെടെ കാത്തിരുന്ന സംഭവം പ്രിയമുള്ളവരെ നമുക്കറിയാം. സൗർ ഗുഹയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഒരു ഇഴജന്തു മുത്തുനബിയെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്ന സംഭവം നമുക്കറിയാവുന്നതാണ്. ഇൻഷാ അല്ലാ അത് നമുക്ക് പുറകിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ലോകം മുഴുവനും കാത്തിരുന്ന മുത്തുനബി, ഭൂജാതനായ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 സുബഹിയോട് അടുക്കുന്ന സമയത്ത് ഭൂജാതനായി, സുജൂദിലായി ഭൂജാതനായി. പക്ഷേ അല്പസമയം കൊണ്ട് ലോകം മുഴുവനും ചുറ്റി എല്ലായിടവും എത്തി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിന റളിയല്ലാഹു തആല പറയുകയാണ്, പിന്നീട് ഞാൻ കണ്ടു എൻ്റെ മകനെ തൊട്ടിലിലായിട്ട് ഞാൻ കണ്ടു. ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ട്, സുറുമയിടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ എൻ്റെ പൊന്നുമോനെ തൊട്ടിലിൽ ഞാൻ കണ്ടു. അവിടുന്ന് പറയുന്നു, 3 ആളുകൾ അവിടെ കടന്നു വന്നു. ഒരാളുടെ കയ്യിൽ ഇബ്രീഖും മിനൽ ഫില്ല, വെള്ളിയാലുള്ള കിണ്ടിയുണ്ട്. മറ്റൊരാളുടെ കയ്യിൽ ഒരു സീലുണ്ട്. മറ്റൊരാളുടെ മുമ്പിൽ അത് തുടയ്ക്കാനുള്ള നല്ല സുന്ദരമായ പട്ടുണ്ട്. എന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ മകനെ എടുത്തു, കുളിപ്പിച്ചു,
തോത്തി റെഡിയാക്കി ഖാത്തിമുൻ നുബൂവ, പ്രവാചക ശൃംഖലയുടെ നാന്ദി കുറിക്കുന്ന നുബൂവത്തിൻ്റെ അടയാളം എൻ്റെ മകൻ്റെ രണ്ട് ചുമലിൻ്റെ ഇടയിൽ പതിപ്പിച്ചു. തൊട്ടിലിലായിട്ട് അവനെ കിടത്തി ഞാൻ കണ്ടു. അങ്ങനെ ആമിന റളിയല്ലാഹു തആല ലോകം മുഴുവനും അറിയുകയാണ്. ഖുറൈശികൾ മുഴുവനും സന്തോഷത്തിലാണ്. അന്ന് വേറെ സംഭവം കൂടിയുണ്ട്. പ്രസവിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ നിഷ്കരണം കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. പെണ്ണ് ജനിച്ചാൽ അപമാനമായി കണ്ടിരുന്ന അറബികൾ, പെണ്ണ് ജനിച്ചാൽ ദേഷ്യമായി കണ്ടിരുന്ന ആളുകൾ, കാട്ടാളന്മാരായി ജീവിച്ചിരുന്ന ആളുകൾ പെണ്ണ് ജനിച്ചാൽ അന്നേരം കൊണ്ട് കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുമ്പോൾ ജനിച്ചത് ആൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഖുറൈശികൾക്ക് മുഴുവനും സന്തോഷത്തിലായി. അബൂലഹബ് ഉണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ പോലും ശപിച്ചു പറഞ്ഞ തബ്ബത്തിയത അബീ ലഹബ് എന്ന് പറഞ്ഞ ആ അബൂലഹബ് പോലും അവിടെ സന്തോഷിച്ചു പോയി. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു എന്നൊരു സന്തോഷം. അത് ഓടി വന്ന് പറഞ്ഞത് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമ പെണ്ണാണ്. ആ സന്തോഷത്തിൽ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, ആ സന്തോഷം കൊണ്ട് നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് അബൂലഹബ് പറഞ്ഞു എന്നാണ് ചരിത്രങ്ങളിൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ആ അബൂലഹബ് നരകത്തിലാണെങ്കിലും എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയ്ക്കൊരു ഇളവ് നൽകുമെന്ന് ചരിത്രങ്ങളിലും ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തിൻ്റെ പേരിൽ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു, ഒരാൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം കൽബിൽ തോന്നിയതിൻ്റെ പേരിൽ. എൻ്റെ പ്രിയമുള്ളവരെ, സാന്ദർഭികമായി ഞാൻ ചോദിക്കട്ടെ, അബൂലഹബ് ആരാണ്? ഖുർആൻ ശപിച്ചവനാണ്. ഖുർആൻ ശപിച്ചവനാണ്. മുത്തുനബിയുടെ ബദ്ധവൈരിയാണ്. ദീനിനോട് വലിയ വെറുപ്പുള്ള ആളാണ്. അള്ളാഹു പോലും ശപിച്ച് പറഞ്ഞവനാണ്. അവൻ നരകത്തിൽ കിടന്നിട്ട് യാതനകൾ അനുഭവിക്കുമ്പോൾ പക്ഷേ മുത്തുനബിയുടെ ജന്മസമയത്ത് ഒരല്പം സന്തോഷം പങ്കിട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് അബൂലഹബിന് പോലും നരകത്തിൽ അള്ളാഹു തിങ്കളാഴ്ച ദിവസം ചെറിയ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാമെങ്കിൽ, വിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നെങ്കിൽ, മുഅ്മിനായ മുത്തുനബിയെ ഹുബ്ബ് വെക്കുന്ന ഒരു മുഅ്മിനായ, അവിടുത്തെ കൊണ്ട് ഇഷ്ടപ്പെടുന്ന, അവിടുത്തെ വിശ്വസിക്കുന്ന, അവിടുത്തെ സുന്നത്ത് പിൻപറ്റുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ ആ നബിത്തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചാൽ, അതിൻ്റെ പേരിൽ ഒരു ദിർഹമെങ്കിലും ചെലവാക്കിയാൽ, അതിൻ്റെ പേരിൽ എന്തെങ്കിലും സന്തോഷം പങ്കിട്ടാൽ, അതിൻ്റെ പേരിൽ സാധുക്കളെ സഹായിച്ചാൽ, അതിൻ്റെ പേരിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ, അതിൻ്റെ പേരിൽ മധുരം വിതരണം ചെയ്താൽ, അതിൻ്റെ പേരിൽ അവിടുത്തെ മദ്ഹ് പറഞ്ഞാൽ എത്രത്തോളം സ്ഥാനം അല്ലാഹു തരും, എത്രത്തോളം പ്രതിഫലം അല്ലാഹു തരും. പച്ച മുശ്രിക്കായ മക്കക്കാരിൽ ഏറ്റവും നീചനായ അവിടുന്ന് പൂജാതനായി അവിടെ ജനിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് സമയം ഏറെ വൈകിയിട്ടുണ്ട്, 12 മണി 12 കാലോളമായി. അപ്പം ഞാൻ നേരത്തെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.